നമ്മുടെ ഗ്രാമങ്ങളിൽ ഒടിയനും മഷിനോട്ടക്കാരനും മന്ത്രവാദിയും വെളിച്ചപ്പാടും ഒക്കെ ഉണ്ട്. എന്തായാലും അത് ഇനിയുള്ള കാലം വലിയ മോശമാണ്. നന്നാവുമെന്ന് വിശ്വാസമില്ല. കാരണം മോശമായിട്ട് വരും. ഡാർക്കാവൻ എളുപ്പമാണ്. ഇയാൾക്ക് കിറുക്കാണ്. വാസുവിനെങ്കിലും ബോധമില്ല. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന വായനക്കാരന് എന്നേക്കാൾ കൂടുതൽ വിവരവും അറിവും ഉണ്ടെന്നാണ്. ദേവി വിഗ്രഹം ആ കണ്ണ് മിന്നുന്ന പോലെ തോന്നിയെന്നാണ് പറഞ്ഞു. അപ്പം ഞാൻ തമാശ പറഞ്ഞു, നിങ്ങൾ വെള്ളമടിച്ച് ഫിറ്റായിട്ട് തോന്നിയതായിരിക്കും. നമ്മൾ വലിയ പുരോഗമനവും മറ്റൊക്കെ പറയുമെങ്കിലും ഇന്നും കേരളത്തിൽ പെണ്ണ് അൺസേഫാണ്. പിന്നെ കേരളത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഡ്രഗിൻ്റെ അബ്യൂസാണ്. ഞാൻ കഴിയുന്നതും സംസ്കൃത വാക്കുകൾ ഒഴിവാക്കാൻ നോക്കി. നമുക്ക് അസാധ്യമായ ദ്രാവിഡ പദങ്ങളുണ്ട്. ഇപ്പോൾ മോഡി പെർഫോമറല്ലേ, നല്ല പെർഫോമറല്ലേ. ഡൽഹി പോയി എന്ത് ബഹളം ഉണ്ടായാലും ഫിസിക്കൽ മാനേജ്മെൻറ്റ് ഇവിടെ വളരെ മോശമാണ്. സർ, എഴുത്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ 55 വർഷം കഴിയുന്നു. അതിൽ തന്നെ 45 വർഷം താങ്കൾ ഒരു ഇരട്ട ജീവിതമാണ് ജീവിച്ചത്. ഒരു എഴുത്തുകാരനായിട്ടും അതേസമയം ഒരു പക്കാ പ്രൊഫഷണലായിട്ടും. ഈ ഒരു ഡബിൾ ലൈഫ് എന്തായിരുന്നു? അല്ല, that is a very common question, I've been replying for nearly 5 decades. See, basically, I used to wonder, these two areas, so conflicting. അല്ലേ, ഒന്ന് വളരെ റിയലാണ്, മറ്റേ ടോട്ടലി അൺറിയൽ. പർട്ടിക്കുലർലി മൈ കൈൻഡ് ഓഫ് റൈറ്റിംഗ് വളരെ അൺറിയലാണ്. അപ്പോൾ ദീസ് ടു എന്താ പറയുന്നത്, ഓപ്പോസിറ്റ് പോൾസിൽ മൂവ് ചെയ്യുന്ന ദേ ഈസ് ടു കോംപ്ലിമെൻറ്റ് വിത്ത് ഈച്ച് അതർ അറ്റ് സം അൺനോൺ ഏരിയാസ്. ഐ ഡോണ്ട് നോ മൈസെൽഫ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് എനിക്കൊരു എക്സ്പ്ലനേഷൻ ഇല്ല. ഇപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഈ നമ്മളിപ്പോൾ ഈ ബാങ്കിലൊക്കെ ജോലി ചെയ്യുമ്പോൾ വെറും കണക്കെഴുത്തെന്ന് പലരും പറയും. അതല്ല, കണക്കെഴുത്തല്ല. ഇറ്റ്സ് എ ക്വസ്റ്റൻ ഓഫ് മാനേജ്മെൻറ്റ്. അപ്പം നമ്മൾ വെൻ യു ടേക്ക് അത് ജസ്റ്റ് ലൈക്ക് എനി അതർ പ്രൊഫഷണൽ കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ, ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് യു ആർ ടേക്കിംഗ് ഡിസിഷൻസ്. അപ്പോൾ ആ ഡിസിഷൻസിൽ ഹൗ ഡിഫറെൻറ്റ് യു കുഡ് ബി, അവിടെ ക്രിയേറ്റിവിറ്റി വരുന്നുണ്ട്. ഇപ്പോൾ ഐ കുഡ് see things from a different point of view, a different pair of eyes, I would say, fresh pair of eyes. അപ്പോൾ അത് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ വർക്ക് ചെയ്ത് എൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ അതൊക്കെ എഴുതിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഐ യൂസ് ടു ഫീൽ ദർ ഇസ് ഓൾവേസ് എ ബെറ്റർ വേ ഓഫ് ഡൂയിങ് തിങ്സ്. ഇപ്പോൾ നമ്മളൊരു ഗിവൺ സിറ്റുവേഷനിൽ ഒരു ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുകയാണ്, ഈവൻ അപ് ടു നാഷണൽ ബുക്ക് ട്രസ്റ്റ്, നമ്മളത് കാണുമ്പോൾ ദിസ് ഈസ് നോട്ട് എ പ്രോപ്പർ വേ ടു ഡു ഇറ്റ്, ദർ ഇസ് അനദർ വേ ഓഫ് ഡൂയിങ് ഇറ്റ് വിച്ച് അക്കോർഡിംഗ് ടു മീ കുഡ് ബി ബെറ്റർ. ശരിയാവണമെന്നില്ല, ബട്ട് ദർ ഇസ് എ പാരലൽ റൂട്ട് നമുക്ക് തോന്നും. അത് ഒരു ക്രേസി ഐഡിയ ആണ്. പക്ഷേ ഷിയർ ലക്ക് പലതിലും അത് ഫലിച്ചിട്ടുണ്ട്. സർ, അത് തന്നെ സർ ഈ പറഞ്ഞതുപോലെ വളരെ മെറ്റിക്കുലസ് ആയ പ്ലാനിങ് വേണ്ട ഒരു പ്രൊഫഷനിൽ നിന്നുകൊണ്ട് എഴുത്ത് പൊതുവെ വളരെ അലസമായ അതിൽ കുറെ ലക്കെന്ന് പറയും. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടൊരു കാര്യം, ഐ ബീൻ ഏബിൾ ടു മാനേജ് ദീസ് ടു ഏരിയാസ് ഫെയർലി കംഫർട്ടബിളി, ഐ വുഡ് സേ റീസണബിളി കംഫർട്ടബിളി, ഐ വുഡ് സേ. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ബാങ്കിൽ പോകുമ്പോഴേക്കും കാലത്ത് നമ്മൾ വെളുപ്പിനൊക്കെയാണ് എഴുതാൻ അന്നൊക്കെ എഴുതിയിരുന്നത്. അന്ന് ഈ മെഷീനൊന്നുമില്ല. ഇപ്പം ഞാനിപ്പോൾ ലാപ്ടോപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ വെളുപ്പിനാകുമ്പോൾ കുറച്ചൊരു ഫ്രഷ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. എഴുതണ്ടേ, കൈകൊണ്ട് എഴുതണ്ടേ. അപ്പോൾ അതുകൊണ്ട് മോർണിംഗിൽ അത് കഴിഞ്ഞ് ഓഫീസിൽ പോകുമ്പോഴേക്കും
I switch off from that world, that unreal world. Then I switch on my another world, which is very real. Fortunately, I could do this switching on and switching off by practice and fairly well. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഇതെങ്ങനെ സെയിം ക്വസ്റ്റ്യൻ ഇതെങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന്. അതെനിക്കും അറിയില്ല, സത്യത്തിലും അറിയില്ല അതെങ്ങനെ സാധിച്ചിരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുകൂടെ ഉണ്ട്. ഈ എഴുത്ത് എന്നൊക്കെ പറയുമ്പോൾ, ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ, ആ ഗിവൺ മോമെൻറ്റിൽ യു ആർ എലോൺ. ആ സോളിറ്റ്യൂഡിൻ്റെ ലെവലിൽ യു ആർ എലോൺ. അതർ തോട്ട്സ് മേ നോട്ട് ബോദർ യു. ഞങ്ങളുടെ ഓഫീസിലൊക്കെ ബാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ടെൻഷനാണ്. അവിടുന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഹാങ് ഓവർ ഇല്ലാതെ നമുക്കൊരു സ്വസ്ഥമായിട്ട് മനസ്സ് സ്വസ്ഥമാക്കി വയ്ക്കുക എന്ന് പറയുന്നത് അതൊരു പ്രാക്ടീസ് കൊണ്ടേ സാധിക്കുള്ളൂ. പറയാൻ എളുപ്പമാണ്. ഇപ്പം എനിക്കും when I look back, I also just wonder how exactly I could do it. ബിക്കോസ് ഞാൻ അതിൻ്റെ ഒരു നല്ല എക്സാമ്പിൾ പറയാം. ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചെയർമാനായിരുന്ന കാലത്ത് എൻ്റെ ടേമിൻ്റെ അവസാനം 6 കൊല്ലം ഉണ്ടായിരുന്നു ഞാനവിടെ. ഞാൻ ഡൽഹിയിലും നോർത്തിലൊക്കെ കുറേ ബ്രാഞ്ചസ് തുടങ്ങി. അപ്പോൾ ഫോർ 2 years I was traveling a lot. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, അവിടെയൊക്കെ ഒരു 10-15 ബ്രാഞ്ച് തുടങ്ങി. അത് ഒരു തൃശ്ശൂർ ബേസ് ബാങ്കിനെ സംബന്ധിച്ചുള്ള വലിയൊരു ഹ്യൂജ് ഒരു സർപ്രൈസാണ്. അപ്പോൾ I used to travel a lot, plus a lot of tension, taking new buildings and putting up things and all. അപ്പോൾ ആ സമയത്ത് എഴുതിയ നോവലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്, വയലാർ അവാർഡ് കിട്ടിയ നോവലും. അതിൽ എപ്പോഴും നമ്മളിപ്പോൾ ഈ നോവലിനൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യു ആർ ക്യാരിയിങ് സോ മെനി characters with you, conflicting characters with you. അപ്പോൾ ഈ ട്രാവലിലും മറ്റ് എൻഗേജ്മെൻറ്റ്സിനിടയിൽ they should be with you always. They should not quarrel and get away from you. സാർ എഴുതി തുടങ്ങുന്ന സമയത്ത് മോഡേണിസം ഒരു മലയാളത്തിലേക്ക് വരുന്ന സമയത്താണ് ഏറ്റവും താങ്കളുടെ ഒരു സമകാലികത്വമൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ഡാർക്ക് സെൻസിബിലിറ്റി ഉണ്ട് താങ്കളുടെ ഇനിഷ്യൽ റൈറ്റിംഗിലൊക്കെ. നോക്കിയിട്ടുണ്ട്, അത് ഫോളോ ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നും താങ്കളുടെ കണ്ടംപററീസിന് ആർക്കും അത്രയേറെ ഡാർക്ക് ആകാൻ മേ ബി ഡാർക്ക് അല്ല. സെക്കൻഡ്, താങ്കൾ ഇങ്ങനെ ഒരു പ്രൊഫഷനിൽ നിൽക്കുമ്പോഴും ഏറ്റവും വളരെ ഡാർക്കാവാൻ എളുപ്പമാണ്. ഡാർക്കാവാൻ ഇത് നമ്മൾ ഈ ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇതിൽ നിന്ന് കണ്ടുമ്പോൾ സ്വിച്ച് ഓഫ് മാറിക്കഴിഞ്ഞ് വേറെ പോയാൽ നമുക്ക് ഈ ക്രേസി തോട്ട്സ് എളുപ്പമാണ്. നമ്മളെ ഓഫീസിൽ വളരെ റിയലായ മണ്ടൈനായുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നൊക്കെ മാറി കുറേ ഭ്രാന്തൻ ഐഡിയാസൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ നമുക്കൊരു റിലീഫാണത്. അത് ഭയങ്കര റിലീഫാണ്. അത് അനുഭവിച്ചാലേ അറിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ആദ്യകാലത്തൊക്കെ എഴുതിയിരുന്നതിലൊക്കെ ഈ പറഞ്ഞ പോലെ കിറുക്കൻ ഇതാണ്. ഇപ്പം ഞാൻ എൻ്റെ പാണ്ഡവപുരം വായിച്ചിട്ടുണ്ടോ? പാണ്ഡവപുരം അതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ 10-30 എഡിഷനായത്. അതിപ്പോൾ ഒരു 12 ഭാഷകളിലേക്ക് പോയി, ഇൻക്ലൂഡിങ് ജർമ്മൻ, ഫ്രഞ്ച്, ടർക്കിഷ്, അപ്പാർട്ട് ഫ്രം ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി, എല്ലാം, ബംഗാളി, ഓൾമോസ്റ്റ് 12 ലാംഗ്വേജസ്. അതിൽ ഏറ്റവും ഒടുവിൽ ഫ്രഞ്ചിലാണ് വന്നത്. അപ്പം അത് പിന്നെ ബംഗാളിയിൽ സിനിമ വന്നു. ആ പാണ്ഡവപുരം 76 മാതൃഭൂമിക്ക് കൊടുക്കുന്നത്. അത് empty ആയതുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ എടുത്ത് കളയത്. അതെ, അതിൻ്റെ പുറകെ വേറെ ചരിത്രമുണ്ട്. അത് പറയണമെങ്കിൽ ഞാൻ പറയാം. അതെന്താണെന്ന് വെച്ചാൽ മാതൃഭൂമിയിൽ എന്തോ പ്രോബ്ലമൊക്കെ ഉണ്ടായിട്ട് MT കുറച്ച് കാലം വെളിയിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് വളരെ നല്ല ക്ലോസ് ആയിട്ട് പരിചയം. ഞാൻ കുഞ്ഞപ്പിള്ള ഞങ്ങളൊക്കെ എപ്പോഴും കോഴിക്കോട്ട് പോയും അങ്ങനെ കൂടെ 1-2 ദിവസം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. ഫാമിലിയൊക്കെ ആയിട്ട് അങ്ങനെ ആദ്യത്തെ ഭാര്യയും ഒക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങനെ തിരിച്ചു വന്നപ്പോൾ നോവലില്ല അവരുടെ കയ്യിൽ. ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി തീരുകയാണ്. അപ്പോൾ തീരുമ്പോൾ അങ്ങേർക്ക് ഹി വാസ് വറീഡ്.
മാതൃഭൂമിക്ക് നോവലില്ലാത്ത കാലം ഉണ്ടായിട്ടില്ല. അവരിങ്ങോട്ട് ചോദിക്കണ്ട, നോവലവിടെ വന്ന് ചാടിക്കോളും. അപ്പോൾ ദാറ്റ് വാസ് എ ഡിഫറെൻറ്റ്. അന്ന് മുമ്പുള്ള ആരും എഡിറ്റർ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു ദിവസം തന്നെ ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. എൻ്റെ ഓഫീസിലേക്ക് അന്നൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഫോണോ സെൽഫോണോ ഒന്നും ഇല്ലല്ലോ. 96 ഒരു ഫോൺ വരിക എൻ്റെ ഓഫീസ് ഫോണിൽ. അപ്പോൾ എൻ്റെ ബോസ് എനിക്ക് ഫോൺ തന്നു. MT വിളിക്കുകയാണ്, ചെയ്തു നോവൽ വല്ലതും കയ്യിലുണ്ടോ? ഞാൻ പറഞ്ഞു നോവലൊന്നുമില്ല, അങ്ങനെയൊക്കെ ഈ ഡേറ്റ് പറഞ്ഞ് എഴുതാൻ എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ വല്ലപ്പോഴൊക്കെ എഴുതുള്ളൂ, അങ്ങനെയല്ല എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ആലോചിക്കും. അപ്പം ഞാൻ പറഞ്ഞ ഒരു ചില സ്ക്രിബിൾ ചെയ്തിട്ടുണ്ട് ചില സാധനം, പക്ഷേ ഞാൻ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചു. അപ്പോൾ MT പറഞ്ഞു, ഐ വിൽ കോൾ യു നെക്സ്റ്റ് വീക്ക്, യു സീ വെദർ you can develop it further or you can make some changes or whatever it is, so that we can take it forward. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിത് വളരെ പേടിയാണ്. ഒന്നാമത് അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി നന്നായിട്ട് പോയ ഒരു നോവലാണ്. മാത്രമേ ഞങ്ങൾക്കൊക്കെ അവരുടെ വലിയ ബഹുമാനമുള്ളതാണ്. അതിനെ പിന്തുടർന്ന് വരിക എന്ന് പറഞ്ഞാൽ, ഞാൻ അന്നൊരു എഴുതി തുടങ്ങിയിട്ടൊരു 9 കൊല്ലമായിട്ടുള്ളൂ. നോവീസ് എന്ന് തന്നെ പറയാം. മാതൃഭൂമി എന്നൊരു നോവൽ വരെ, അതിനും വലിയ കിരാതം എന്ന് പറഞ്ഞ ചെറിയ സാധനം വന്നിരുന്നു, നോവല്ല. പക്ഷേ ഈ എൻകറേജ് മീ, അങ്ങനെ പറഞ്ഞു, അതിൻ്റെ അല്ല, ഐ ലീവ് ഇറ്റ് യു, ഇഫ് യു ആർ കോൺഫിഡൻറ്റ് യു ടെൽ മീ. അതൊരു മാസത്തിലൊരു ഭാഗ്യം, ഒരു ബ്രേക്ക് ത്രൂ ആണ്. ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നീട് അതിനെപ്പറ്റി സ്വപ്നം കാണാൻ തുടങ്ങി. അതങ്ങനെ ഒരു സമയം ഒരു പത്രാധിപർ ചോദിച്ചുകൊണ്ട്, MT പോലുള്ള വലിയ ആൾ ചോദിച്ചുകൊണ്ട്, ഐ വാസ് ഫോഴ്സ്ഡ് ടു ഡ്രീം അബൌട്ട് ദ ക്യാരക്ടേഴ്സ്. ആ ക്യാരക്ടറിനൊക്കെ ഒന്ന് മാറ്റാം എന്നൊക്കെ എനിക്ക് തോന്നി. പിന്നെ എഴുതാൻ തുടങ്ങിയപ്പോൾ പിന്നെ കുറച്ച് എളുപ്പമായി. അതൊരു പാത്ത് ബ്രേക്കിംഗ് നോവലായിരുന്നു. അത് കഴിഞ്ഞ് അത് മാതൃഭൂമിയിൽ വന്നപ്പോൾ ഭയങ്കര റിയാക്ഷൻ, എതിരായിട്ട് റിയാക്ഷൻ. പക്ഷേ വായനക്കാരുടെ കത്തുകളിൽ ഇട്ടില്ല. അവർ ചോദിച്ചത്, ഇയാൾക്ക് കിറുക്കാണ്, വാസുവിനെങ്കിലും ബോധമില്ല. കാരണം അന്തർജനത്തിൻ്റെ നോവൽ കഴിഞ്ഞ് വന്ന് ട്രഡീഷണൽ നോവലിന് ശേഷം വരുന്നത് ഇതുപോലെ സാധനം, ഭ്രാന്തൻ നോവൽ. അപ്പോൾ അന്ന് അതുപോലെ വന്നിട്ട് എഴുതിയിട്ടുള്ള MP നാരായണപിള്ള മാത്രമേ ഉള്ളൂ കിറുക്കൻ നോവൽ. പുള്ളി നോവൽ അന്ന് എഴുതിയിട്ടില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് അതങ്ങനെ അങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞ് 5-6 കൊല്ലം അതത്തണത്ത് കിടന്നവിടെ. 5-6 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് ഓരോരുത്തർ കോവിലൻ അതിനെ പറ്റി പറഞ്ഞു, KM തരകൻ പറഞ്ഞു. ആ തരകൻ്റെ അതാണ് ഏറ്റവും വലിയ. അങ്ങനെ നല്ല സുഹൃത്തായിരുന്നു. അങ്ങനെ അതിൻ്റെ ക്രക്സ് കണ്ടേ, ഇൻഡോസൈക്കിക് മിത്ത് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ പാണ്ഡവരത്തിനെ പറ്റിയുള്ള സ്റ്റഡി ഒരു 60 സ്റ്റഡി ഉണ്ട്. അതൊരു ബുക്കാക്കി ഇറക്കിയിട്ടുണ്ട്, ലോഗോസ്. കാരണം അത് മലയാളം മാത്രം, ഇംഗ്ലീഷിലുമൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്, പല ലാംഗ്വേജിൽ സ്റ്റഡി വന്നിട്ടുണ്ട്. കാനഡയിൽ റിസർച്ച് ചെയ്യുന്ന ഒരു പെൺകുട്ടിയല്ല, സ്ത്രീ, പഞ്ചാബി കവി. അവരതിനെപ്പറ്റി വലിയൊരു തീസിസ് തന്നെ എഴുതിയിരുന്നു. അത് ഞാൻ എൻ്റെ പുതിയ എഡിഷനിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പിന്നെ അതിൽ ഞാനത് 77 തീർന്നിട്ട്, അന്ന് SPCs ഉള്ളൂ, അവർക്ക് കൊടുത്തിട്ട് 2 കൊല്ലം അവിടെ കിടന്നു. ഇന്നാണ് അടുത്ത ആഴ്ച പുസ്തകം ഇറങ്ങും. ആരെഴുതിയാലും അത്രയും മാർക്കുണ്ട്. 2 കൊല്ലം 79-ലാണ് ഇറങ്ങിയത്. പിന്നെ കുറക്കാലം പതിപ്പൊന്നും ഇറങ്ങിയില്ല. അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ 25-28 പതിപ്പ്, അതൊന്നല്ല 10-50 പതിപ്പ് പോകാവുന്നതായിരുന്നു. അതിൽ ഞാൻ അതിനെപ്പറ്റി കൺസേൺഡ് അല്ല. വാട്ട് റീഡേഴ്സ് ഫീൽ അബൌട്ട് ഇറ്റ്, വാട്ട് ക്രിറ്റിക്സ് തിങ്ക് അബൌട്ട് ഇറ്റ്, ആൻഡ് വാട്ട് അവാർഡ് കമ്മിറ്റീസ് തിങ്ക് അബൌട്ട് ഇറ്റ്, അതിനെപ്പറ്റി ഞാൻ ബോധേഡല്ല. പക്ഷേ ബേസിക്കലി ഇറ്റ് ഷുഡ് ബി സാറ്റിസ്ഫൈങ് അറ്റ്ലീസ്റ്റ് മീ. എഴുതുന്ന സമയത്ത് നമ്മളുടെ രാജാവാണല്ലോ, നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യണ്ടേ ആദ്യം. നമ്മൾ ഈ പറഞ്ഞ പോലെ നാട്ടുംപുറങ്ങളിൽ ചുറ്റിപ്പറ്റി ഒരുപാട് മിത്തുകളുണ്ടാവും. ഇതൊന്നും മാർക്വിസോ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യമൊന്നും അല്ല. അർണവിള എന്തൊക്കെ എഴുതി, നബി അർണവിള
നമ്മുടെ ഗ്രാമങ്ങളിൽ ഒടിയനും മഷിനോട്ടക്കാരനും മന്ത്രവാദിയും വെളിച്ചപ്പാടും ഒക്കെ ഉണ്ട്. കുട്ടിക്കാലത്ത് പറയുന്നത് ആ വഴികൾ പോവല്ലേ, രാത്രി പോവല്ലേ, സെക്കൻഡ് ഷോ സിനിമ ഉണ്ടായിക്കട വരല്ലേ. ഇന്നിപ്പോൾ എല്ലായിടത്തും വെളിച്ചമായി. എൻ്റെ നാട്ടിലൊക്കെ അക്കാലത്ത് ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു. ഞാൻ കോളേജ് എഡ്യൂക്കേഷൻ കഴിയുന്നവരെ എൻ്റെ വീട്ടിൽ മണ്ണെണ്ണ വിളക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഏരിയയിലൊക്കെ ഇലക്ട്രിസിറ്റി വന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇരുട്ട്, കാറ്റ്, മഴ എന്നൊക്കെ പറഞ്ഞാൽ ആ 3 മാസത്തെ മൺസൂൺ പീരീഡ് സ്കെയറിയാണ്. കാരണം നമുക്ക് ഇത്തിരി ഇമാജിനേഷനുള്ള ആൾക്ക് എന്ത് വേണേൽ സങ്കല്പിക്കാം. വീഴ്ചയെ കാണാം. ഞങ്ങളുടെ വീടിൻ്റെ എൻ്റെ ഇവിടെയല്ല, തറവാടിൽ മുൻവശത്ത് വലിയൊരു പാലയുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെയൊക്കെ ഓരോരുത്തർ പറഞ്ഞ് വിശ്വസിക്കും ആ പാലയുടെ മുകളിൽ യക്ഷിയുണ്ടെന്നാണ് പറഞ്ഞ് വിശ്വസിക്കും. പാല പൂത്ത് കഴിഞ്ഞാൽ അത് യക്ഷിയെന്ന് പറയും. അപ്പം ഇതുപോലെ ഇത്തരം മിത്തുകളും ലെജൻഡ്സും എല്ലാം എല്ലാ രാജ്യത്തും ഉണ്ട്. തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. നമ്മൾ മാർക്സിസ് എഴുതിയപ്പോൾ അത് വലിയൊരു സംഭവമായിട്ട് എഴുതിയെന്ന് വന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അതിൽ നിന്നാണ് നമ്മുടെ ഒരു ഫോർമേഷൻ, നമ്മുടെ രൂപീകരണം അതിൽ നിന്നാണ്. കുട്ടിക്കാലത്തെ ആരോ എഴുതിയിട്ടുണ്ട്, നമ്മളൊരു 6-7 വയസ്സിന് മുമ്പ് കണ്ട സ്വപ്നങ്ങളാണ് ഒരാളുടെ സ്വഭാവം രൂപീകരിക്കുന്നതെന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഫോർമേറ്റീവ് ഏജ് എന്ന് പറയുന്നത് അതാണ്. നമ്മളപ്പോൾ ക്യാപ്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ ബൈ ചെയ്യുന്ന പലതും നമ്മുടെ ക്യാരക്ടർ ഫോർമേഷനെ എഫക്റ്റ് ചെയ്യും. നമ്മുടെ ഈ ആധുനികത എന്നുള്ളത് ഈ പാശ്ചാത്യ ആധുനികതയിൽ നിന്ന് എങ്ങനെയാണ്? അല്ല, അതിൽ പലരെയും ഇപ്പം ഞാൻ പേരൊന്നും പറയില്ല, പലരെയും മറ്റവരെയൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അസ്തിത്വവാദം, ഞാൻ അതിൻ്റെ പുറകെയൊന്നും പോയിട്ടില്ലല്ലോ. ഞാൻ അതിൻ്റെ പുറകെ ഒരിക്കലും ജീവിതത്തിന് അർത്ഥമില്ലാന്നോ അങ്ങനെയുള്ള ഒന്നും പോയിട്ടില്ല. ഞാൻ പ്യുവർലി ഇന്ത്യൻ ഭാരതീയമായ അനുഭവങ്ങളിൽ നിന്നും കൺസെപ്റ്റുകളിൽ നിന്നും ബിലീഫുകളിൽ നിന്നും അതിനെ ക്യാപ്ചർ ചെയ്താൽ പോയിട്ടുള്ളത്. നമ്മുടെ എല്ലാ വിശ്വാസങ്ങളും അങ്ങനെ പോയിട്ടുള്ളത്. അല്ലാണ്ട് അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സ്വാധീനം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഏത് കാലത്ത് എന്തൊക്കെ വായിച്ചാലും ഒരു ഘട്ടത്തിൽ ഇൻഡയറക്റ്റായിട്ട് നമ്മൾ സ്വാധീനിക്കും. അത് പകർത്തെഴുത്തിലോ അല്ലാതെ വേറെ ഒന്നും അല്ല. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ നോവൽ വായിച്ചൊരു 10-15 കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ ചില ഭാഗങ്ങൾ ഉള്ളിൽ നമ്മളറിയാതെയാണ്, അൺകോൺഷ്യസ് ആയിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിനെ കോപ്പി അടിക്കുകയോ മോഷണമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ പാണ്ഡവപുരത്തിലെ ദേവി പാഞ്ചാലിയുടെ രൂപമുണ്ട്. അതെ, അല്ല അത് സ്വാഭാവികമാണല്ലോ. ഇപ്പം ഈ പറഞ്ഞ പോലെ അർച്ചന സാഹിനി എന്നാണ് പഞ്ചാബി കവി, കാനഡയിലുള്ളവരെ. അവരുടെ തീസിസിൻ്റെ പേര് തന്നെ മ്യൂട്ടേഷൻ ഓഫ് ദ്രൗപദി എന്നാണ്. അതിൽ പാണ്ഡവപുരത്തിനെ പറ്റി 20 പേജാണ്. MTയുടെ 2ാം എഴുത്തിനെ പറ്റിയും PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ അതിനെപ്പറ്റിയൊക്കെ കഷ്ടിച്ച് 2-3-4 പാരഗ്രാഫുള്ളൂ. 22 പേജാണ് അതിനെ പറ്റിയുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ പരിചയപ്പെടുന്നത്. അവർ പറയുന്നത് ദ വേ യു ഹാവ് അപ്രോച്ച് ദി ആഗണി ഓഫ് പാഞ്ചാലി, അല്ല നമ്മൾ ധർമ്മസങ്കടം ഉണ്ടല്ലോ, അതിനെ ശരിക്കും അതാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പാഞ്ചാലിയുടെ കൺസെപ്റ്റായിട്ട് നമുക്ക് കാണാമല്ലോ. അങ്ങനെയല്ല നമ്മൾ പാണ്ഡവപുരം എന്നുള്ളൊരു ഇതിലേക്ക് വരുന്നത്. പിന്നീടും കേട്ട് കർണാടകത്തിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, പാണ്ഡവപുര എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു പ്രത്യേക സ്ഥലം കേന്ദ്രീകരിച്ചിട്ടുള്ള മിത്തിക്കൽ പ്ലേസ് എന്ന് പറയുന്നത് അതിൽ ഞാൻ ഓട്ടോബയോഗ്രഫി എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു കാലത്ത് ഞാൻ പൂനെയിൽ വർക്ക് ചെയ്യുന്ന 61-ലാണ് ഞാൻ പൂനെ. 19ാമത്തെ വയസ്സിൽ പൂനെ ജോലിക്ക് വേണ്ടി പോയതാണ്. വിത്ത് ഡിഗ്രി. അത് കഴിഞ്ഞ് ഓൾദോ ഐ വാസ് ദ ഓൺലി സൺ ആൻഡ് വി വർ ഫെയർലി കംഫർട്ടബിൾ. എന്നാലും ഐ വാണ്ടഡ് ടു സീ ദ ഔട്ട്സൈഡ് വേൾഡ്. അങ്ങനെ ഞാൻ പൂനെയിൽ പോയത്. അപ്പം ഞാൻ ഡിഫൻസ് അക്കൗണ്ട്സിലായിരുന്നു, സിവിലിയൻ അക്കൗണ്ട്സ്. അപ്പോൾ അവിടെ നിന്ന് അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ട്രാൻസ്ഫർ
ട്രാൻസ്ഫർ ചെയ്തത് മധ്യപ്രദേശിൽ കട്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ജബൽപൂരിന് അടുത്തായിട്ടുള്ള. അപ്പോൾ അവിടെ ഒരു അമ്യൂണിഷൻ ഫാക്ടറി ഉണ്ട്. അപ്പോൾ ഞാനവിടെ ചെല്ലുന്നത് ഭയങ്കര പീക്ക് വിൻ്ററാണ്. അപ്പോൾ അക്കാലത്ത് നമ്മൾ പോകുന്നത് സാധാരണ സ്വെറ്ററായിട്ടാണ് പോകുന്നത്. അവിടുത്തെ വിൻ്റർ എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഒരു 6-7 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ആ പ്രായത്തിൽ പോലും നിൽക്കാൻ പറ്റില്ല. ഒരു വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനാണെ പയ്യൻ 19-20 വയസ്സായിരുന്നു. അപ്പോൾ ആ പീരീഡിൽ ഞങ്ങൾ താമസിച്ചിരുന്നത് അവിടെ ഒരു പണ്ട് കാലത്ത് ഒരു മിലിറ്ററി അവർ ഛാവനി എന്ന് പറയും, ഒരു കൻ്റോൺമെൻ്റ് ആയിരുന്നു അവിടെ. അവർ പട്ടാളക്കാർ, ബ്രിട്ടീഷുകാരുടെ കഴിഞ്ഞ് പട്ടാളക്കാർ, പിന്നെ സിന്ധികളുടെ സെറ്റിൽമെൻറ്റൊക്കെ ആയിരുന്നു. പാർട്ടീഷൻ കഴിഞ്ഞ് ഓടി വന്ന സിന്ധികളുടെ സെറ്റിൽമെൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബാരക്സ് ഉണ്ട്, പട്ടാളക്കാർ താമസിക്കുന്ന ബാരക്ക് ഇങ്ങനെ ലൈനായിട്ടുണ്ട്. അതിലൊരു ബാരക്കിൽ മുറിയിലാണ് ഞാനും വേറെ 2-3 മുറികളിൽ ഞങ്ങൾ താമസിച്ചിരുന്നത് ബാച്ചിലേഴ്സായിട്ട്. അപ്പോൾ എനിക്ക് വേറെ ഒരു റൂംമേറ്റും ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളുടെ ബാരക്കിൻ്റെ മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൈതാനമാണ്, ഓപ്പൺ ഗ്രൗണ്ടാണ്. അപ്പോൾ ഈ കാലത്ത്, ഈ മഞ്ഞ് കാലത്ത് നമ്മൾ മുൻവശത്ത് വന്ന് നിന്നാൽ മിസ്റ്റാണ്, മൂടൽമഞ്ഞാണ് മുഴുവൻ. അവിടെ ചില കുതിരകൾ ഓടണമാണ്. അതൊരു വിഷ്വലാണ്. വിഷ്വൽ എന്ന് പറഞ്ഞാൽ ഈ സിനിമക്കാർക്കൊക്കെ ലൊക്കേഷനൊക്കെ കിട്ടാവുന്ന വിഷ്വലാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അസാധ്യമായ ചില ഇമേജസ് ഉണ്ടാവും. അപ്പോൾ അവിടെ ചില കഥകൾ കേട്ടിട്ടുണ്ട്. അതിനപ്പുറത്ത് അമ്യൂണിഷൻ ഫാക്ടറി ഉണ്ടായിരുന്നു അവിടെയാണ് ഞങ്ങളൊക്കെ വർക്ക് ചെയ്തിരുന്നത്. അവിടെ അതിനപ്പുറത്തൊരു ഓറഞ്ച് തോട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുതിരകളുടെ വിഷ്വലും പിന്നെ കുറേ കോളനിയുടെ മഞ്ഞ കെട്ടിടങ്ങളും ഒക്കെ അക്കാലത്ത് എൻ്റെ മനസ്സിൽ കയറിയത് 61-ൽ. 76-ൽ ഞാനിത് എഴുതുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഇതൊക്കെയാണ്. അതൊക്കെ ഒരു ഭാഗ്യം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ സിനിമക്കാർ ഷൂട്ടിന് വേണ്ടിയിട്ട് ലൊക്കേഷൻ തപ്പി പോക്കുന്ന പോലെ നോവലിനെ ലൊക്കേഷൻ വീണ് കിട്ടുകയാണ്. കാരണം ഈ ഒരു അൺറിയലായ ലൊക്കേഷൻ ഇപ്പം നമ്മൾ കേരളത്തിൽ സങ്കല്പിക്കാൻ പറ്റില്ല. നമുക്ക് ചൂടല്ലേ, ഇപ്പോൾ എന്നും ചൂടാണ്. നമ്മൾ മിസ്റ്റ് കണ്ടിട്ടില്ലല്ലോ, മൂടൽ മഞ്ഞില്ലല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഞാൻ 6 മാസം ഉണ്ടായിരുന്നുള്ളൂ അവിടെ. പക്ഷേ അത് വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ കുതിരകളിങ്ങനെ തെളിഞ്ഞു വരും, മങ്ങിപ്പോവും, തെളിഞ്ഞു വരും, മങ്ങിപ്പോവും. എന്നിട്ട് തിരിച്ച് കുതിര ഇങ്ങോട്ട് ഓടും. അതൊരു അസാധ്യം. പല കാര്യങ്ങളാണ്. ഒന്ന് സ്ത്രീ കേന്ദ്രീകൃതമാണ്. ദേവി എന്നുള്ള ക്യാരക്ടർ, ദേവി എന്നുള്ള പേര് തന്നെ സ്ത്രീക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പേരാണ്. മറ്റൊന്ന് ഈ പാഞ്ചാലിയുമായുള്ള സാമ്യം. ഇതൊക്കെ കഴിഞ്ഞിട്ടും സാറിന് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ MDയുടെ മഞ്ഞില് വിമല പറയുന്നത് മാതിരി ഒരു എൻഡിങ് ആണ് ഇത് നിൽക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് ഓപ്പൺ എൻഡഡ് ആണ്. ആയിട്ട് നിർത്തുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ എല്ലാ കൃതികളും ഓപ്പൺ എൻഡഡ് ആണ് പറയുന്നത്. കഥയായാലും നോവലായാലും മോസ്റ്റ്ലി കാരണം എന്താണെന്ന് വെച്ചാൽ ഐ ലീവ് ഇറ്റ് ടു ദ റീഡേഴ്സ് ടു കംപ്ലീറ്റ് ഇറ്റ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന വായനക്കാരന് എന്നെക്കാൾ കൂടുതൽ വിവരവും അറിവും ഉണ്ടെന്നാണ്. മച്ച് മോർ സെൻസിബിൾ ഓർ സെൻസിറ്റീവ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാളിന് ഡിഫറെൻ്റായിട്ട് അവർക്കതിനെ പൂരിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടേ ഓപ്പൺ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞു, പാണ്ഡവപുരത്തിനെ പറ്റി ഒരു 50-60 ലേഖനങ്ങൾ വന്നെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? എൻ്റെ കഴിവല്ല, അവരുടെ കഴിവാണ്. അവരുടെ അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ റൈറ്റർ ടു ഇൻസൈഡ് ദി ഇമാജിനേഷൻ ഓഫ് ദ റീഡർ. ഇഫ് ഹി കുഡ് ഡു ഇറ്റ് വിത്ത് എ വർക്ക്, നത്തിങ് ലൈക്ക് ദാറ്റ്. നമ്മളല്ലേ പിന്നെ ഫ്ലാറ്റായിപ്പോയില്ലേ. ഇപ്പോൾ റിയലിസത്തിന് അങ്ങനെയല്ലേ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നത്. ഒരു കഥ അങ്ങോട്ട് പറഞ്ഞു പോയി, ആ കഥ അങ്ങ് തീർന്നു അവിടെ. ഇപ്പം ഞാൻ ആ കഥ ഇങ്ങനെ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വായനക്കാരൻ്റെ ഉള്ളിൽ ഒന്നുമില്ലല്ലോ. നമ്മൾ ചില സിനിമ ഉണ്ടാവും ഓപ്പൺ എൻഡഡ് ആയിക്കഴിഞ്ഞാൽ അതെന്താ അങ്ങനെ നമ്മൾ ആലോചിക്കാൻ തുടങ്ങില്ലേ. അപ്പോൾ അതിൻ്റെ ബേസിക്കലി ഇൻകംപ്ലീറ്റ് ആണ്. And I want it to be that way, mostly because so that will make the readers or the lovers of art to think about it. But നമ്മൾ ഈ പെയിൻറ്റിങ്ങിൻ്റെ ആയാലും നമ്മൾ എന്തുകൊണ്ട് that makes you think something is left for you.
ദി ബുക്ക് ലവർ. നേരത്തെ ഭ്രമാത്മകതയുടെ കാര്യം പറഞ്ഞു, അതിന്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് ദൂത് മാതിരിയുള്ള കഥകൾ. ആ ദൂതൊരു എൻ്റെ ഒരു ഞാൻ കാണുന്ന രണ്ട് പ്രത്യേകത, ഒന്ന് വളരെ ഭ്രമാത്മകമാണ്, രണ്ട് അതിലൊരു പ്രഡിക്ഷൻ സ്വഭാവം കൂടെയുണ്ട്. കാരണം ഒരാള് ആഗ്രഹിക്കുന്നു, അയാള് രാത്രി ഒരു ഇത് ഉച്ചക്കണ്ണ് മാത്രമുള്ള ഒരു പ്രതിമയെ കാണുന്നു. അതിൻ്റെ ഒരു സംഭവമുണ്ട്, അത് റിയൽ സംഭവമാണോ, അത് റിയൽ സംഭവം. അരവിന്ദൻ പറഞ്ഞ നമ്മുടെ ഡയറക്ടർ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടായിരുന്നു. കോഴിക്കോട് ഉള്ള ഒരു സംഭവം അരവിന്ദൻ പറഞ്ഞു. അത് എഴുതിയിട്ട് ജി അരവിന്ദൻ, ഞാൻ അത് എഴുതിയിട്ട് വായിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അതായത് അരവിന്ദൻ്റെ ഒരു ലോഡ്ജ് ഉണ്ടായിരുന്നു പാരഗണിൽ. അപ്പം ഞങ്ങളൊക്കെ കോഴിക്കോട്ട് പോകുമ്പോൾ വല്ലപ്പോഴും അവിടെയൊക്കെ പോകും, കുറേ നേരം ഈവനിങ്ങിലൊക്കെ വർത്തമാനം പറഞ്ഞ് സ്പെൻഡ് ചെയ്യും. അപ്പോൾ അരവിന്ദൻ പറഞ്ഞൊരു കഥയാണ്. കഥ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ എക്സ്പീരിയൻസ്. പുള്ളി റബ്ബർ ബോർഡിൽ ജോലി ഉണ്ടായപ്പോൾ ഈ മലബാറിൽ കുറേ ഏരിയാസൊക്കെ അവർക്ക് ഇൻസ്പെക്റ്റ് ചെയ്യണം, അവരുടെ പ്ലാന്റേഷൻസൊക്കെ. അപ്പോൾ എവിടെ പോയപ്പോൾ പുള്ളിക്കൊരു പഴയ ചടാക്ക് ലാംബർട്ട സ്കൂട്ടർ ഉണ്ട്, അതിലായി പോകുന്നത്. അപ്പോൾ എവിടെ പോയപ്പോൾ അവിടെ ഒരു പറമ്പിൽ ഒരു വിഗ്രഹം കിട്ടി, ദേവി വിഗ്രഹം കിട്ടി. ദേവി വിഗ്രഹം കിട്ടിയപ്പോൾ അതൊരു നമ്പൂതിരിയുടെ മനയോ മറ്റായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു, അപ്പോൾ അരവിന്ദൻ്റെ വല്ല ഐഡിയാസ് ഉള്ളവനെ അരവിന്ദൻ ചോദിച്ചു, ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അവർ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിറയെ ചെളിയും പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ക്ലീൻ ചെയ്ത് അരവിന്ദൻ്റെ ഷോ കേസിൽ കൊണ്ടുവച്ചു. അപ്പോൾ ആ പാരഗൺ ലോഡ്ജ് എന്ന് പറഞ്ഞാൽ ബാച്ചിലേഴ്സൊക്കെ വന്ന് കൂടുന്ന സ്ഥലമാണ്. വൈകുന്നേരമായ മതിവാനോ പാട്ടും ബഹളമൊക്കെ ഉണ്ടാകുന്ന ഒരു പ്യൂറായ സ്ഥലം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അരവിന്ദൻ പറയുന്നത് പുള്ളി അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് രാത്രി നോക്കുമ്പോൾ ആ ദേവിക്ക് ഒറ്റക്കണ്ണുണ്ടായിരുന്നു, ദേവി വിഗ്രഹമാണ്. ആ കണ്ണ് മിന്നുന്ന പോലെ തോന്നിയെന്നാണ് പറഞ്ഞു. അപ്പം ഞാൻ തമാശ പറഞ്ഞു, നിങ്ങൾ വെള്ളമടിച്ച് ഫിറ്റായിട്ട് തോന്നിയതായിരിക്കും. അരവിന്ദ് പറഞ്ഞ അല്ല സേതു, അതിനകത്ത് എന്തുണ്ട്. അപ്പോൾ അരവിന്ദ് ഇതുപോലുള്ള ഐഡിയാസിൽ ഭയങ്കര വിശ്വാസമാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് രാത്രി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് അങ്ങോട്ട് നോക്കാൻ പേടിയാണ്. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് പേടിയായി, എന്താ സംതിങ് ഇസ് ഹാപ്പനിങ്. ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ നമുക്കൊരു ഓഫീസിൽ പോയി കഴിഞ്ഞാലും മനസ്സ് ഉറക്കുന്നില്ല. അപ്പോൾ അരവിന്ദൻ്റെ ഗുരു എന്ന് പറയുന്നത് CN ശ്രീകണ്ഠൻ നായരാണ്. ശ്രീകണ്ഠൻ നായർ ഒരിക്കൽ ആ വഴി വന്നപ്പോൾ ചോദിച്ചു. അപ്പം അങ്ങനെ പറഞ്ഞു, അത് ശരിയാണ്, ഇതൊരു ശുദ്ധിയുള്ള സ്ഥലത്ത് വയ്ക്കേണ്ടതാണ്. എവിടെയോ മനക്കകത്ത് എവിടെയോ അതിനകത്ത് കിടന്നിരുന്ന സ്ഥലം അവരുടെ വല്ല അറപ്പരയിലോ വല്ല ഇരുന്നായിരിക്കും. അതുകൊണ്ട് യു ഷുഡ് ത്രോ ഇറ്റ് ഔട്ട്. ഇറ്റ്സ് നോട്ട് യുവർ സ്റ്റഫ് ആൻഡ് ദിസ് ഇസ് നോട്ട് ദ പ്ലേസ് ഓഫ് ഓൾ ദ പ്ലേസസ്. അപ്പോൾ ഒരു ദിവസം എന്നിട്ട് അരവിന്ദനും തിക്കോടിയനും കൂടിയിട്ട് കോഴിക്കോട് ബീച്ചിൽ കടപ്പുറത്ത് പോയി. കടപ്പുറത്ത് പോയിട്ട് അവർ തെരയുടെ അടുത്ത് പോയിട്ട് കടലിലേക്ക് എറിഞ്ഞെന്നാണ് പറഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അത് അവിടെ കിടക്കും. ഞാൻ പറഞ്ഞു, ഇതൊക്കെ നടക്കുക ഉണ്ടായിരുന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെ 2 പ്രാവശ്യം പറ്റി. 3ാമത്തെ തവണ പുള്ളി തലയ്ക്ക് ചുറ്റും ഒഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എറിഞ്ഞു, അതങ്ങ് പോയി എന്നാണ് പറയുന്നത്. ഈ കഥയാണ് ഞാൻ അതിനകത്ത് ഫിറ്റ് ചെയ്ത്. അത് കഴിഞ്ഞ് അരവിന്ദൻ ഇത് വായിച്ചായിരുന്നു. പറഞ്ഞു, ഇതെങ്ങനെ കൃത്യമായിട്ട് അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നിയത് അതൊരു കോയിൻസിഡൻസാണ്, പക്ഷേ അതിനാ സന്ദർഭത്തിന് നന്നായിട്ട് ഫിറ്റ് ചെയ്ത്. ഇങ്ങനെയാണ് എഴുത്തുകാരന് ഓരോന്ന് കിട്ടുന്നത്. നമ്മളറിയാതെ അരവിന്ദൻ എന്നോ കാഷ്വലായിട്ട് പറഞ്ഞൊരു സംഭവം, നമ്മൾ ആ കഥയിൽ ആ പയ്യൻ്റെ അച്ഛൻ്റെയൊക്കെ ആ ഒരു മാനസികാവസ്ഥയിൽ നമുക്കത് ഫിറ്റ് ചെയ്യാൻ തോന്നി. അതാണ് ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. ഇല്ല, അതൊരു ഭയങ്കര വാസ്തവത്തിൽ ഡിസ്റ്റർബിങ് സിറ്റുവേഷനാണ് വാസ്തവത്തിൽ. ഇപ്പം നമ്മൾ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ കൂടുതൽ മോശമായിട്ട് വരിക. ഇപ്പം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത്, ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ചേന്നോങ്ങയൊക്കെ അന്ന് 4 ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് ഹാർമോണിയസായിട്ട് സെഞ്ച്വറീസ് ജീവിച്ചിരുന്നു. ഹിന്ദുസ്, മുസ്ലിംസ്, ക്രിസ്ത്യൻസ് ആൻഡ് ജ്യൂസ്. അന്നൊരു എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു 10-200 ജ്യൂസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവരുടെ ഇടയിലാണ് വളർന്നത്. എൻ്റെ ക്ലാസ്സിലും കുറേ ജൂതന്മാരുണ്ടായിരുന്നു. പിന്നീടാണ് അവരൊക്കെ ഇസ്രായേലിലേക്ക് പോയത്. എൻ്റെ അയൽവക്കം 2
സാധാരണ ലാറ്റിൻ ക്രിസ്ത്യൻസ് ആയിരുന്നു കുറേ പേര്, അധികം പാവപ്പെട്ടവരധികം പേര്. പിന്നെ കുറേ ഈഴവാസി തുണി നെയ്യുന്നവർ, അവരും സാധാരണക്കാർ. പക്ഷെ അവരുടെ ഇടയിൽ ഞങ്ങൾ കംഫർട്ടബിളായിരുന്നു. അപ്പം നമ്മൾ ഇവർക്ക് വേറെ ജാതിയാണെന്നോ വേറെ മതമാണെന്നോ വേറെ തൊഴിൽ ചെയ്യുന്നവരാണെന്നോ ഒരു തോന്നിയിട്ടില്ലല്ലോ. അപ്പോൾ അവർ ക്രിസ്ത്യൻസിൻ്റെ പെരുന്നാളായാലും മറ്റേ ഞങ്ങളുടെ ഓണമായാലും വിഷു ആയാലും നമ്മളൊക്കെ ചിലപ്പോൾ പായസമോ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് കൊടുക്കുക, അവരുടെ പലഹാരം ഞങ്ങൾക്ക് കൊണ്ടുതരും. അപ്പോൾ അവരൊക്കെ കുട്ടിക്കാലത്ത് ഇപ്പോൾ ഈ ജൂതന്മാർ, ഞാൻ നോവൽ എഴുതിയ ഡാലിയ എന്ന് പറഞ്ഞ നോവൽ എഴുതിയ ജൂതന്മാരുടെ പോക്കിനെ പറ്റിയിട്ട്, അവരൊക്കെ ഈ 60കളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ 50കളിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അതിൽ ചില പയ്യന്മാരെ കെട്ടിപ്പിടിച്ച് കരയുകയൊക്കെ ചെയ്ത്. കാരണം അന്ന് ഞാൻ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ പഠിക്കുക. കാരണം അവരൊക്കെ നമ്മുടെ ബ്രദേഴ്സിനെ പോലെയാണ് തോന്നിയിരുന്നത്. പിന്നെ അവരൊക്കെ ഒന്നിച്ച് പോയി. പിന്നെ ചിലരൊക്കെ പിന്നീട് വന്നുകൊണ്ടിരുന്നു, അവർ ടൂറിസ്റ്റിനെ പോലെ വന്നുകൊണ്ടിരുന്നു. പിന്നെ അവർക്കൊക്കെ വരുമ്പോഴും നമ്മുടെ നാടാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ചേന്നമംഗലം അതൊക്കെ അല്ലല്ല, ദാറ്റ് ഈസ് അല്ലല്ല, നമുക്ക് ഒരിക്കലും ഡ്രീം ചെയ്യാത്ത, ഞാനതല്ലേ പറഞ്ഞു 82 വയസ്സായ എന്നെ സംബന്ധിച്ചോളം നമ്മൾ വളർന്ന ചുറ്റുപാടിൽ നിന്ന് ഇത് നോക്കുമ്പോൾ ഇതെന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, പേടിപ്പിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പേരക്കുട്ടികളുടെയൊക്കെ കാലമാകുമ്പോൾ എന്താവും, നമ്മുടെയൊക്കെ ഒരു നല്ല കാലം കഴിഞ്ഞാൽ വിൽ ഡിസപ്പിയർ ഇൻ നോ ടൈം. അവരുടെയൊക്കെ കാലം കഴിയുമ്പോൾ വാട്ട് സോർട്ട് ഓഫ് വേൾഡ് ദേ വിൽ ഹാവ് ലിവ് ഇൻ. നമുക്കൊരു സ്കെയറി തോട്ടാണ് വാസ്തവത്തിൽ. അതിപ്പോൾ ഞാൻ സ്പെസിഫിക്സിലേക്ക് വരാതെ ഈ അതറിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടല്ലോ, മാറ്റി നിർത്തി എന്ന് പറഞ്ഞാൽ ഈ അതറിങ് ഈസ് സോ സ്കെയറി. അത് ഏത് ആസ്പെക്റ്റിലായാലും, അത് പോളിറ്റിക്സിലായാലും നമ്മളുടെ നിത്യജീവിതത്തിലായാലും നമ്മുടെ ഇടപെടലുകളിലായാലും വിശ്വാസങ്ങളിലായാലും എന്ത് വരാൻ പോകുന്ന പേടിയാവശ്യം. അല്ല, ഞാൻ അതിൻ്റെ ഒരു ഈ ഒച്ചപ്പാടുണ്ടാക്കി അതിൽ നിന്നൊരു അറ്റൻഷൻ വാചാമലയിൽ വരാനോ അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്കത് വേണം തോന്നിയിട്ടില്ല. കാരണം എൻ്റെ റൈറ്റിങ്സിൽ വന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും ഒടുവിൽ മാതൃഭൂമിയിൽ വന്നൊരു നോവലുണ്ട്, കിളിക്കൂട് എന്ന് പറഞ്ഞിട്ട്. അത് ഇതേ തീമാണ്. അത് വാസ്തവത്തിൽ കുക്കൂസ് നെസ്റ്റ്. അത് ഇംഗ്ലീഷിലാണ് ഞാൻ തന്നെ എഴുതിയത്, എന്നിട്ടൊന്ന് മലയാളത്തിലാക്കി. ഇതേ കൺസെപ്റ്റാണ്. ഞാനത് കുറച്ചൊക്കെ ഒരു കാമോഫ്ലാഷ് ചെയ്തൊക്കെ ഇതേ കൺസെപ്റ്റ് പല മതങ്ങളിൽ നിന്നുള്ള ഒരുമിച്ച് ഒരു കന്യാസ്ത്രീ കുപ്പായ ഊരി വന്നിട്ട് പെൺകുട്ടികളെ ഒരു ഷെൽട്ടർ ഉണ്ടാക്കുന്നൊക്കെ ആയിട്ട്. അപ്പം അന്ന് മറ്റേ ജസ്മിയാണ് എറണാകുളത്ത് റിലീസ് ചെയ്ത് ഇംഗ്ലീഷ്. ജസ്മി പറഞ്ഞ് എൻ്റെ കഥയാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു. എൻ്റെ ഒരു എന്തായാലും അത് ഇനിയുള്ള കാലം വലിയ മോശമാണ്. നന്നാവുമെന്ന് വിശ്വാസമില്ല, കാരണം മോശമായിട്ട് വരിക. പറഞ്ഞു വളരെ റെലവൻറ്റ്. അല്ലല്ല, അതെ പറഞ്ഞ് അറ്റൻഷൻ വാങ്ങണം എന്നുള്ള എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് പക്ഷേ ഐ ഫുള്ളി അഗ്രി വിത്ത് ദാറ്റ്. ഇന്ന് ബേസിക്കലി MT പറഞ്ഞത് വളരെ വളരെ റെലവൻ്റാണ്. വാസ്തവത്തിൽ അത് ഈ അധികാരം ദുഷിപ്പിക്കും എന്നുള്ളത് നമ്മൾ പണ്ടേ പറയുന്നില്ലേ, പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്നുള്ള ഇതല്ലോ. അതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് വെറും ഒരു പവറിൻ്റെ യൂസ് മാത്രമല്ല, അത് അതിൻ്റെ മിസ്യൂസ് ഒരുപാട് ഏരിയയിൽ കടന്നു പോകുന്നു. ഇപ്പോൾ ഡൽഹിയിലായാലും കേരളത്തിലും മോശമില്ല. അപ്പോൾ MT രണ്ടിനെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ്, എനിക്ക് സംശയമില്ലത്. കാരണം നമ്മൾ ഒരു വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകൾ പോലും മാറും. മറ്റു ചില കൾച്ചറൽ പേഴ്സണാലിറ്റീസിനെ പോലെ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് റെസ്പോണ്ട് ചെയ്യാറ്, അത് മാറി നിൽക്കുന്നതാണോ, ഡെലിബറേറ്റ്ലി മാറി നിൽക്കുന്നത്? അല്ലല്ല, അത്
റെസ്പോണ്ട് ചെയ്യുന്നവരോട് എനിക്ക് എതിർപ്പില്ല. പക്ഷെ എനിക്കത് വേണം തോന്നിയിട്ടില്ല. നമ്മളങ്ങനെ നമ്മൾ ഈ നമ്മുടെ ചുറ്റും നടക്കുന്നതിനെ പറ്റി എഴുത്തുകാരൻ റെസ്പോണ്ട് ചെയ്യേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന പലരുമുണ്ട്. അതിനോട് എനിക്ക് എതിർപ്പില്ല. പക്ഷെ എനിക്ക് ചെയ്യാൻ തോന്നിയിട്ടില്ല. വേറെ അതിനോട് പേടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ പേടിയൊന്നുമില്ല എനിക്ക്. പക്ഷെ അങ്ങനെ ഒരു ലൈം ലൈറ്റിൽ നിൽക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. റെസ്പോണ്ട് ചെയ്യണോ അല്ലെങ്കിൽ. പക്ഷേ ഇപ്പോൾ സാറ് ടീച്ചറൊക്കെ ആണെങ്കിൽ എപ്പോഴും അവർ ആക്ടിവിസ്റ്റാണ്. അവർ പറയുന്നുണ്ട് ആക്ടിവിസ്റ്റാണ്. നല്ല കാര്യം, ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യണം തോന്നിയിട്ടുമില്ല. ആസ് എ റൈറ്റർ എനിക്ക് പറയാനുള്ള എല്ലാ എഴുത്തിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ കിളിക്കൂടി തന്നെ ഇപ്പം ഞാൻ ഇപ്പം നമ്മൾ വലിയ പുരോഗമനവും മറ്റൊക്കെ പറയുമെങ്കിലും ഇന്നും കേരളത്തിൽ പെണ്ണ് അൺസേഫാണ്. കൊച്ചിയിലായാലും നൈറ്റ് ലൈഫിൽ സ്ത്രീ സേഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെ ആയാലും. ഇപ്പം നമ്മൾ പണ്ട് ബീഹാറിലൊക്കെ മോശമായെന്ന് പറഞ്ഞു. അപ്പം ബൈ ആൻഡ് ലാർജ് എൻ്റെ കൂടുതൽ മെയിൻ ക്യാരക്ടേഴ്സ് സ്ത്രീകളാണ്. അപ്പം നമ്മൾ ഈ പിന്നെ സ്ത്രീകളുടെ പ്രായമായ കൊച്ചു കുട്ടികളെ പീഡിപ്പിക്കുന്ന തൊട്ട് പ്രായമായവരെ വരും സേഫല്ല നമ്മുടെ. അത് വില്ലേജിലായാലും സിറ്റി ആയാലും വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ കേരളത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഡ്രഗിൻ്റെ അബ്യൂസാണ്. പലതിൻ്റെ പുറകിൽ ഡ്രഗാണ്. ഒരു പക്ഷേ കേരളം ഇങ്ങനെ ഒരു ഡ്രഗിൻ്റെ ഒരു മെനേഴ്സിൻ്റെ അങ്ങേറ്റത്തെത്തും. കാരണം ഇവിടെ നിന്നൊക്കെ വരുന്ന ഇടുക്കിയിൽ നിന്നൊക്കെ വരുന്നേ പല ഫോമിലും. കഴിഞ്ഞ ദിവസം കേരളത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ട കൾച്ചറൽ രംഗത്തെ ഒരു കോൺട്രവേഴ്സി സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നുണ്ട്. അത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യം. തമ്പി എൻ്റെ നല്ല സുഹൃത്താണ്, സച്ചിൻ നല്ല സുഹൃത്താണ്. പക്ഷെ ആവശ്യമില്ലാതെ. പക്ഷേ തമ്പി വളരെ സെൻസിറ്റീവായ മനുഷ്യൻ, നല്ലൊരു മനുഷ്യനാണ്. സെൻസിറ്റീവാണ് പുള്ളി വളരെ. പുള്ളിയോട് അങ്ങനെയൊക്കെ ഇത് ക്ലിഷാന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല. എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഫുൾ ഫാക്ട്സ് അറിയില്ല. ബേസിക്കലി ഇതൊരു കമ്മിറ്റി സെലക്ട് ചെയ്തിട്ട് ട്യൂൺ ചെയ്ത് നോക്കിയിട്ട് എടുക്കുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ തമ്പി കൊടുക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തമ്പി അയക്കാൻ എൻ്റെ ആവശ്യമില്ല. തമ്പി അത്ര ലെജൻഡാണ് ആക്ച്വലി. തമ്പിയുടെ പാട്ടുകൾ എത്ര കൊല്ലം നിൽക്കും. കവിത എന്തെങ്കിലും പാട്ടുകൾ നിൽക്കും. അതാണ് പാട്ടുകളുടെ ലൈഫ്. അതെ ഇന്ന് ഞാൻ കണ്ടു. അതെ. അല്ല, വാസ്തവത്തിൽ ആവശ്യമില്ലാത്ത ഒരു കോൺട്രവേഴ്സിയായത്. അത് വാസ്തവത്തിൽ ഇങ്ങനെയൊക്കെ തമ്പിയെപ്പോലുള്ള ഒരാളോടൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് പറയണത്. ഇത് ഞങ്ങളുടെ ഒരു കമ്മിറ്റിയാണ് സെലക്ട് ചെയ്യണത്. ഐ എം നോട്ട് ദ ഡിസൈഡിങ് അതോറിറ്റി. അബൂബക്കർ ചോദിച്ചെന്നാണ് പറയുന്നത്. അത് ബിജിപാൽ ട്യൂൺ ചെയ്തിട്ട് വേണം തീരുമാനിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ തമ്പി കൊടുക്കില്ല. തമ്പി ദക്ഷിണാമൂർത്തിയൊക്കെ ട്യൂൺ ചെയ്തില്ല. ബിജിപാൽ ട്യൂൺ ചെയ്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ തമ്പി അപ്പം തന്നെ ചൂടാവും. അല്ല ഞാൻ വായിച്ചു കേട്ട്. അല്ല, അത് ലിറിക്സ് വായിച്ചു. ആ ട്യൂൺ ചെയ്തോ? ആണോ? തമ്പി ഇവിടെ വന്നിട്ടുണ്ട്. നല്ല സുഹൃത്താണ്. പക്ഷേ എപ്പോഴും പെട്ടെന്ന് എക്സ്പ്ലോഡ് ചെയ്യും. അല്ലല്ല, അൺകംഫർട്ടബിൾ അല്ല. എന്നോട് പോകാൻ പറഞ്ഞു. അതെന്താ വെച്ചാല് അതെ BJP വന്നപ്പോ പോവാൻ അതെ അല്ലല്ല, അത് എന്താ വെച്ചാൽ ഇതിൻ്റെ 2 ways ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ്. ബിക്കോസ് ഞാനത് NBTയെ പറ്റി പറയാൻ പറഞ്ഞപ്പോൾ നേരത്തെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ മാറ്റം ഞാൻ പറയാം. ഫോറിൻ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞ പോലെ അവിടെ ഒരു വലിയ മാറ്റം ഞാൻ വരുത്തി. ഈ NBTയിൽ പറയാം. എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ അധികം ഞങ്ങളുടെ ഈ ബുക്ക് ഫെയറിൻ്റെയും മറ്റെല്ലാം ഞാൻ മാറ്റി.
ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഞാൻ ലോകത്തെ പല ഫെയറും ഫ്രാങ്ക്ഫർട്ടും ലണ്ടനും അവിടെ ഇവിടെയൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് എനിക്കിത് കണ്ടാൽ അതിൻ്റെ ഈ മാറ്റങ്ങളുടെ ഐഡിയാസ് അതൊക്കെ മുമ്പത്തെ ചെയർമാന്മാർ പോയിട്ടുണ്ടെങ്കിൽ അവരാരും പറ്റി ബോധേഡായിരുന്നില്ല. അപ്പം ഞാൻ നമ്മളെ ഒരു എക്സിക്യൂട്ടീവ് ആയിരുന്നുകൊണ്ട് കുറേ മാറ്റങ്ങൾ നമുക്ക് തോന്നിയോണ്ട് ഞാൻ മാറ്റി, ഫോർമാറ്റ്സൊക്കെ ടോട്ടലി മാറ്റി. അങ്ങനെ 3 വേൾഡ് ബുക്ക് ഫെയർ നടത്തി ഞാൻ തിരിച്ചു വന്നു ഫെബ്രുവരിയിൽ. അത് വന്നിട്ട് കാരണം രാത്രി വളരെ ടയർഡായിട്ട് ഡൽഹി ഫ്ലൈറ്റിൽ വന്ന് 11 മണിയായി ഇവിടെ വന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് നല്ല ഉറക്കത്തിലാണ് ഇയാളുടെ ഡൽഹിയിൽ നിന്ന് ജോയിൻറ്റ് സെക്രട്ടറിയുടെ ഫോൺ വരുന്നത്. വൈഫ് പറഞ്ഞ് 2 പ്രാവശ്യം വിളിച്ചിരുന്നു. അപ്പോൾ എനിക്കറിയാം, അവിടുന്ന് പോരുമ്പോൾ തന്നെ അറിയാം BJP വരുമ്പോൾ നമുക്ക് മാറേണ്ടി വരും. പക്ഷേ 6 മാസം ബാക്കിയുള്ളൂ. മാർച്ച് കഴിഞ്ഞ് സെപ്റ്റംബറിൽ എൻ്റെ ടേം തീരുകയാണ്. അപ്പം മാന്യമായിട്ട് അങ്ങ് ഞാൻ പോയിക്കോളും, എക്സ്റ്റൻഷൻ ഇല്ലയെന്ന് പറഞ്ഞ് തീർന്നില്ലേ. മുമ്പത്തെ ആൾ 5-8 കൊല്ലം ഉണ്ടായിരുന്നു. അപ്പോൾ വാസ്തവത്തിൽ മാറേണ്ടി വരുമെന്ന് എനിക്കറിയാം. പക്ഷെ പെട്ടെന്ന് മാറണം എന്ന് പറയുന്ന കരുതിയില്ല. ജോയിൻറ്റ് സെക്രട്ടറി വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ്, ഐ തിങ്ക് ദേ എന്നേ പറയുള്ളൂ, വി എന്ന് പറയില്ല. എന്താണ്, ദേ ഹാവ് ഫൗണ്ട് ഔട്ട് സംബഡി എൽസ്. You know, normally when the government changes, when a new political outfit comes into power, things will happen. I can understand that. I was expecting that. So what should I do it? See, you are a bank chairman and all that. You know what should be done. ബീഹാറുകാരനൊരു ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, യു വാണ്ട് മീ ടു റിസൈൻ ചോദിച്ചു. ഓബ്വിയസ്ലി ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ടുമോറോ ഐ വിൽ സെൻഡ് ഇറ്റ് ബൈ ഇമെയിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ടെക്നിക്കലി എന്നെ പുറത്താക്കാൻ അവർക്ക് വകുപ്പില്ല. കാരണം ഇത് ഗവൺമെൻറ് സെക്രട്ടറിക്ക് ഇക്വലൻ്റ് അപ്പോയിൻമെൻറ്റാണ്. ഒരു ഓണററി ആണെങ്കിലും ശമ്പളം ഇല്ലെങ്കിലും ശരിക്കും സെക്രട്ടറിയുടെ ഇക്വലൻ്റ് പെർക്സ് ഉണ്ട് എനിക്കെല്ലാം. നമ്മളിപ്പോൾ ഇവിടെ പോകുമ്പോഴും മറ്റേ ഫ്ലൈറ്റ് ആണെങ്കിലും ഫസ്റ്റ് ക്ലാസ് ആണെങ്കിലും ആനയാറ്. അപ്പോൾ എന്നെ പുറത്താക്കാൻ അവർക്ക് കുഴപ്പമില്ല. കാരണം ഇത് വെറും നാംകേ വാസ്തെ പ്രൈം മിനിസ്റ്റർ വരെ ഒപ്പിട്ടിട്ടാണ് ഇത് വരുന്നത് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ അന്ന് കപിൽ സിബിലാണ് എന്നെ കൊണ്ടുപോയി മൻമോഹൻ സിംഗ് വരെ ഒപ്പിട്ടിട്ടുണ്ടായില്ല. അങ്ങനെ അറിയില്ല ആരാന്ന് ഞാൻ. പക്ഷേ കപിൽ സിബിൽ ഒപ്പിട്ടുണ്ട്, മൂപ്പര് സഹിഷ്ഠിയുണ്ട്, മൂപ്പര് ഒപ്പിട്ടു. അപ്പോൾ അങ്ങനെ മാറ്റാൻ വകുപ്പില്ല. അതൊരു ക്യാബിനറ്റ് ഡിസിഷനാണ്. ക്യാബിനറ്റില്ല, അവരുടെ കമ്മിറ്റി ഒക്കെ ഉണ്ട്, അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി എന്തോ സാധനമുണ്ട്. സാധാരണ ഈ HRD മിനിസ്റ്റർ പറയുന്ന വിവരങ്ങൾ അപ്രൂവ് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ പ്ലേസ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ സമയമെടുക്കും. അപ്പോൾ ഇവർ ഒരു RSSകാരനെ ഐഡൻറ്റിഫൈ ചെയ്ത് അയാൾക്ക് പ്രോമിസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ പിറ്റേ ദിവസം അയച്ചു കൊടുത്തു. അപ്പോൾ എന്നെ TP ശ്രീനിവാസൻ എന്നെ വിളിച്ച് പറഞ്ഞു. ശ്രീനിവാസൻ്റെ പഴയൊരു സുഹൃത്താണ്. ശ്രീനിവാസൻ പറഞ്ഞു, യു ഡിഡ് ദ റൈറ്റ് തിങ്, അല്ലെങ്കിൽ അവർ നാറ്റിക്കും. പിന്നെയുള്ള 6 മാസം മിസറബിളാവും. അവർ അലിഗേഷൻ കൊണ്ടുവരും, കറപ്ഷൻ കൊണ്ടുവരും, എന്തുകൊണ്ട് ചെയ്യും, ഏത് ലെവലിൽ അവർക്ക് പോകാമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഐഡിയലി നമ്മൾ നല്ല സമയത്ത് പാട്ട് നിർത്തുകയാണ്. ഞാൻ നല്ല പേരോടെ അവിടുന്ന് പോകുന്നു. 3 ഫെസ്റ്റിവൽ നടത്തി സുമാറായിട്ടാണ് പോകുന്നത്. ഓട്ടോണമസ് എന്ന് പറയാനായിട്ട് ഗവൺമെൻറ് സമ്മതിച്ചിട്ടുണ്ടെന്നാണ് പറയുക. ഗവൺമെൻറ് ഹാസ് അലൗഡ് യു ടു ക്ലെയിം ദാറ്റ് യു ആർ എൻ ഓട്ടോണമസ് ഓർഗനൈസേഷൻ. അല്ല, അവർ ഇതിലിപ്പോൾ അവർക്ക് അതൊരു വേറെ ക്യാരക്ടർ. സാധാരണ ഞങ്ങളൊക്കെ ഈ ക്യാബിനറ്റ് മിനിസ്റ്ററൊക്കെ മാറിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കുറച്ചൊരു ബൊക്കെ ആയിട്ട് പോവും. എല്ലാ സെക്രട്ടറിമാരും പോവും, എല്ലാ ചെയർമാൻമാരും പോവും. അപ്പം ഞങ്ങൾ മാത്രം ഈ ബൊക്കെ അല്ല, ഞങ്ങൾ കുറേ ബുക്കുകൾ ബാഗുമായിട്ട് പോകുന്നത്. അപ്പം ഞാൻ അപ്പോയിൻമെൻറ്റ് ചോദിച്ചു. 2-3 പ്രാവശ്യമായിട്ട് അപ്പോയിൻമെൻറ്റ് തരുന്നില്ല. പിന്നെ അവർക്ക് അപ്പോയിൻമെൻറ്റ് തന്നു. അവർ പിന്നെ ലാസ്റ്റ് മിനിറ്റ് ക്യാൻസൽ ചെയ്തു, പാർലമെൻറ്റിൽ പോകുന്നു. പിന്നെ ഞാൻ കേട്ടു അവർ UPA അപ്പോയിൻ്റ് ചെയ്തവരെയും അവരടുപ്പിക്കുന്നില്ല. മാത്രമല്ല IIM ഡയറക്ടർ, IIT ഡയറക്ടറൊക്കെ അവർ വന്നിട്ട് അവരുടെ ആൻറ്റി റൂമിൽ 2 മണിക്കൂറൊക്കെ ഇരുത്തിയത്ര. 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ ഇരുത്തി അവരകത്ത് വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും മനഃപൂർവ്വം. അതായത് ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട്.
പിന്നെ ഒടുവിൽ അവർ HRD എന്നാൽ അവർക്ക് താങ്ങാൻ പറ്റില്ല. മൗലാന ആസാദ് ഇരുന്ന മിനിസ്ട്രിയാണ് അതൊക്കെ, എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത്. അതായത് വലിയ വലിയ IIT തൊട്ട് സ്കൂളുകൾ വരെ വരുന്ന മിനിസ്ട്രിയാണ്. അതിൻ്റെ ഒരറ്റത്തെ NVT. കപിൽ സിബൽ എന്നെ വിളിച്ചുകൊണ്ട് പോയത് ഒറ്റ കാര്യം, ഞാൻ ആപ്ലിക്കേഷൻ കടലാസ് പോലും കൊടുത്തില്ല, എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ അപ്പോയിൻമെൻറ്റ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു അഡ്മിനിസ്ട്രേഷൻ കുത്തഴിഞ്ഞ് കിടക്കുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷൻ അറിയാവുന്ന റൈറ്റർ. അപ്പോൾ മുമ്പ് 1-2 സിവിൽ സർവൻസ് IAS ഇരുന്നിരുന്നു, അവരാരും താല്പര്യം കാണിച്ചില്ല. അങ്ങനെ പോയി. കപിൽ സിബൽ വഴിയാണ് സർ വരുന്നത്? കാരണം അന്ന് അല്ല, അതെ കപിൽ സിബലായിരുന്നു അന്ന്. കപിൽ സിബലാണ് സാറിന്റെ? അതെ 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 അതെ. കപിൽ സിബൽ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഐ വാസ് സ്കൗട്ടിങ് ഫോർ ഇറ്റ് ഫോർ നിയർലി 1.5 years എന്ന് പറഞ്ഞത്. ഈ രണ്ടും കൂടെ ഉള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ അറിയാവുന്ന ഒരാൾ, അതായത് സിവിൽ സർവീസിന് 2-3 പേരുണ്ടായിരുന്നു, അവർ വേണ്ടത്ര താല്പര്യം കാണിച്ചിട്ടില്ല. സിൻസ് യു ആർ ഫ്രം ദ കോർപ്പറേറ്റ് സെക്ടർ പെർഹാപ്സ് യു കുഡ് ഡു സംതിങ്. ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാം. അങ്ങനെ എപ്പോഴാണ് അങ്ങനെ 1.5 കൊല്ലം ഉണ്ടായിരുന്നത്. അത് കഴിയുമ്പോഴേ അങ്ങനെ മാറി, അങ്ങനെ IT അതിലേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഈ മിനിസ്ട്രിയിൽ നിന്ന് വന്നപ്പോൾ ആർ യു എഗ്രിയബിൾ ടു ടേക്ക് അറ്റ് ദിസ് പോസ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അത്ഭുതം. ഞാൻ ഒരു കടലാസ് പോലും കൊടുത്തിട്ടില്ല, അവർ അക്കാഡമിയിൽ നിന്ന് മറ്റോ ബയോഡാറ്റ എടുത്ത. ഈ MP പോലത്തെ ഒരു ലിറ്റററി എഡിറ്റർ ഇപ്പം നമുക്ക് ഒരു ഉണ്ടോ? അങ്ങനെ ഒരു അഭാവമുണ്ടോ ഇപ്പം ഇന്ത്യയിലില്ല. ഞാൻ അങ്ങേരെ ഇരുത്തിയിട്ട് തൃശ്ശൂർ നാഗേട്ടൻ്റെ 50ാമത്തെ വർഷം മറ്റോ ഒരു പടങ്ങി ഞാൻ പറഞ്ഞു, MTയേക്കാൾ വലിയ റൈറ്റേഴ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. പക്ഷേ നിങ്ങളെപ്പോലെ ഒരു ലിറ്റററി എഡിറ്റർ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. കാരണം ഈ ഹിന്ദിയിലൊക്കെ യശ്പാൽ അങ്ങനെ ചിലരൊക്കെ കുറച്ച് കാലമൊക്കെ ഇരുന്നു. പക്ഷേ ഇത് എത്ര കൊല്ലം അങ്ങനെ ഇരുന്നു. മാത്രമല്ല ജനറേഷൻ ആലോചിച്ച് നോക്കൂ, കാക്കനാടൻ, മുകുന്ദൻ, ഞാൻ, കുഞ്ഞബ്ദുള്ള, MP നാരായണപിള്ള, പിന്നെ സക്കറിയ, ഇത്ര പേര് ഒരു ബ്രേക്ക് എന്ന പുള്ളിയല്ലേ. അപ്പോൾ അതാലോചിച്ച് നോക്കുക, അത് ആ 8-10 പേര് ഇന്ന് റെലവൻ്റാ അല്ലേ? ഇപ്പോഴും മുകുന്ദനും സക്കറിയും ആനന്ദും ഞങ്ങളൊക്കെ റെലവൻ്റ് അല്ലേ? ഇപ്പോഴും എൻ്റെ നോവല് മാധ്യമത്തിൽ തീർന്നു. അറ്റ്ലീസ്റ്റ് ദേ ആർ ആസ്കിങ് മീ. എനിക്ക് 82 വയസ്സായി. നമ്മൾ ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞു. സ്റ്റിൽ ദേ ആർ ആസ്കിങ് മീ. ഒരു മാതൃഭൂമിയുടെ ആനുവൽ വരുന്നു, ഓണപ്പതിപ്പ് വരുന്നു, കഥ വേണമെന്ന് സുഭാഷ് ചന്ദ്രൻ ചോദിക്കുന്നു. അപ്പം നമ്മളിതിനകത്ത് ഇപ്പം ആർട്ടിസ്റ്റായാലും ഇപ്പോൾ സിനിമാ നടനായാലും എഴുത്തുകാരനായാലും ജീവിതകാലം റെലവൻ്റ് ആകുക, അതാണ് അതിൻ്റെ അൾട്ടിമേറ്റ്. അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും പോട്ടെ, ബോധം. പക്ഷെ മറ്റൊരു റീസൺ കൊണ്ടുകൂടെ ആയിക്കൂടെ? അതായത് ഒരു സേതു സക്കറിയോ മുകുന്ദനോ പിന്നെ വരുന്നില്ല എന്നത് അതിനെപ്പറ്റി ഞാൻ പറയുന്നത് നേരമില്ലല്ലോ. യു ക്യാൻ മേക്ക് യുവർ ഓൺ ജഡ്ജ്മെൻറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ പക്ഷേ ഇപ്പോൾ ഒരുപാട് ബ്രില്യൻ്റ് റൈറ്റേഴ്സ് വരണ്ട കേട്ടോ. ഈ സാർ ഫോളോ ചെയ്ത ജോണർ ഉണ്ടല്ലോ, അത് പിന്നെ ഇങ്ങനെ മലയാളത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഈ ബ്രഹ്മാത്മകതയും അല്ല അങ്ങനെ അത് അല്ല അത് അല്ലല്ല പലരും ചെയ്യുന്നുണ്ട്. നാരായണപിള്ളയാണ് എനിക്ക് ഏറ്റവും ഒരു അഡ്മറേഷൻ തോടി, MP നാരായണപിള്ള. അങ്ങേര് പക്ഷെ അധികം എഴുതിയില്ല. കാരണം അങ്ങേരാണ് ഈ ലോക്കൽ മിത്തുകളൊക്കെ ശരിക്ക് പൊലിപ്പിച്ച് നമുക്കൊരു ഇത് കൊടുത്തത്. ഈ വിവേകാദറിനെ പക്ഷേ പുള്ളി ആ ലെവലിലേക്ക് പോയില്ല. പക്ഷെ വളരെ ലോക്കലായിട്ടുള്ള ഇപ്പോൾ ആ ഏരിയയിൽ അതെ 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 അത് പ്രത്യേകിച്ച് ആ ഖാദറിൻ്റെ ഒരു ടെറൈൻ ഉണ്ടായിരുന്നല്ലോ, അസാധ്യമായിട്ടുള്ള ഇതായിരുന്നു പുള്ളി. പക്ഷെ ഞങ്ങളുടെ ടൈപ്പ് അല്ലായിരുന്നു. പുള്ളി വല്ല റിയലായിട്ടാണ് അതിനെപ്പറ്റി എഴുതിപ്പോയത്. ഈ ഡൽഹി ജീവിതം ഉണ്ടായിരുന്നല്ലോ. നേരത്തെ പറഞ്ഞ റൈറ്റർ സക്കറിയ, മുകുന്ദൻ, നാരായണപിള്ള, VK എന്നൊക്കെ, അതെങ്ങനെയായിരുന്നു ആ ഒരു ലൈഫ്? അല്ല, അന്ന് സക്കറിയ അവിടെ ഇല്ല. സക്കറിയ എന്നെ ബാംഗ്ലൂർ പഠിപ്പിക്കുക. ഞാൻ, മുകുന്ദൻ, കാക്കനാടൻ, നാരായണപിള്ള, VK, വിജയൻ, ഞങ്ങളൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു അവിടെ.
അതിൽ ഞാൻ 66 തൊട്ട് 68 വരെ 2 കൊല്ലം ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ പഞ്ചാബിൽ പോയി. ഈ അതെന്താണെന്ന് വെച്ചാൽ ഒരു കേരള ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കൊണാട്ട് പ്ലേസിൽ എടുത്തിട്ടുണ്ട്. അതിൽ സാഹിതി സഖ്യം എന്ന് പറഞ്ഞൊരു വെള്ളിയാഴ്ച എല്ലാവരും മീറ്റ് ചെയ്യണം. അപ്പം ഞാൻ അതിൽ യാദൃശ്യമായി ചെന്ന് പെട്ട. കാരണം ഞാനും കാക്കനാടനും ഒരേ ഓഫീസിലായിരുന്നു, റെയിൽവേ ബോർഡിൽ. അപ്പോൾ പുള്ളിയാണ് അവിടെ വെച്ച് പരിചയപ്പെട്ട. പുള്ളി പറഞ്ഞു ഇങ്ങനെ പരിപാടി ഉണ്ട്. അപ്പം ഞാൻ എഴുതിയിട്ടില്ലെന്ന്, വൈഡൻറ്റ് യു കം തേർന്നു. അപ്പം അങ്ങനെ പോയിട്ട് അന്ന് ബാച്ചലറാണ്, വേറെ ഒന്നുമില്ല. അപ്പം ഇവരൊക്കെ എഴുതുന്ന കണ്ടപ്പോൾ എനിക്കും എഴുതാമല്ലോ അങ്ങനെ തോന്നിയിട്ടാണ് എഴുത്ത് തുടങ്ങുന്നത്. അത് ദാഹിക്കുന്ന ഭൂമി. അപ്പം മറ്റേ ദാഹിക്കുന്ന ഭൂമി ഞാൻ ബീഹാറിലെ ഒരു വരൾച്ചയുടെ പശ്ചാത്തലത്തിലാണ് എഴുതിയത്. അപ്പോൾ അതിൽ ഒരു രസമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫസ്റ്റ് കളക്ഷൻ ഇംഗ്ലീഷിൽ വന്നപ്പോൾ ഡൽഹിയിൽ വെച്ചാൽ റിലീസ് ചെയ്ത്. അപ്പം നമ്മുടെ അന്നത്തെ അതിൽ റൈറ്ററുമാണ് മറ്റേ രാഷ്ട്രീയം MP ഒക്കെ ആയിരുന്നു വർമ്മയുടെ ഫുൾ നെയിം ഞാൻ വിട്ടുപോയിട്ട്. ബീഹാറിലെ MP ആയിരുന്നു. നിതീഷ് കുമാറിൻ്റെ അഡ്വൈസറായിരുന്നു ഒരു കാലത്ത്, കേവൽ വർമ്മ, പഴയ IFS കാരന്. അപ്പോൾ പുള്ളി പറഞ്ഞ് കേരള ഇസ് എ ബ്യൂട്ടിഫുൾ കൺട്രി, ബ്യൂട്ടിഫുൾ പ്ലേസ്. So I am not surprised that you could write like this. When ഞാൻ പറഞ്ഞു I have written about your Bihar. My first story was about your Bihar. അത് ഡൽഹിയിലെ ബർസാത്തിയിൽ ഇരുന്നിട്ട് എഴുതിയതാണ്. അപ്പോൾ പുള്ളിക്ക് വലിയ അത്ഭുതമായി. പുള്ളി അത് വായിച്ചിട്ട് ഗംഭീരമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ നാടിനെ പറ്റിയാണ്. വിമർശനപരമായി പറഞ്ഞാൽ താങ്കളുടെ സമകാലികരായ മറ്റു പലരെയും വെച്ച് നോക്കുമ്പോൾ അത് പുനത്തിലേക്ക് വെച്ച് നോക്കുമ്പോൾ വായനാ സുഖമല്ല താങ്കളുടെ വാക്കിന്റെ പ്രാധാന്യം. കുറച്ചൊരു ധിഷണം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കുറച്ചൊരു വായനക്കാരനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന തരം ഒരു ബൗദ്ധിക തലത്തിലേക്ക് എത്താണ്. അത് ഡെലിബറേറ്റ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നതാണോ? അല്ല, നമ്മൾ ഡെലിബറേറ്റ് അല്ല, ഡെലിബറേറ്റ് ഇറ്റ് കംസ് ഓട്ടോമാറ്റിക്കലി. ഞാൻ എനിക്ക് എക്സ്പ്ലനേഷൻ ഇല്ല, ഇറ്റ് കംസ് ഓട്ടോമാറ്റിക്കലി. ഇപ്പം നമ്മൾ എഴുതാൻ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം അതിൽ നമ്മൾ റിയലിസത്തിൽ നിന്ന് ബ്രേക്കവേ മാറിയിട്ട് നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ മുമ്പേ പോയ വഴിയല്ല എൻ്റെ വഴിയെന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ വേറെ വഴി കണ്ടുപിടിക്കുകയല്ലേ. പക്ഷെ അതിൽ ഞാൻ ഈ ഭാഷ കൊണ്ട് വലിയ അഭ്യാസമൊന്നും കാണിച്ചിട്ടില്ല. ബിക്കോസ് ഞാൻ കഴിയുന്നതും സംസ്കൃത വാക്കുകൾ ഒഴിവാക്കാനാണ് നോക്കിയത്. നമുക്ക് അസാധ്യമായ ദ്രാവിഡ പദങ്ങളുണ്ട്, നാടൻ പദങ്ങൾ. അത് ഞാൻ ശരിക്കും എനിക്ക് കൂടുതൽ അയ്യപ്പ പണിക്കർ സാറാണ് പറഞ്ഞത്. പുള്ളി കഴിയുന്ന സാൻസ്ക്രിറ്റ് ഒഴിവാക്കണം എന്ന് പറഞ്ഞു, ഡെലിബറേറ്റ് ആയിട്ട്. പിന്നെ നാണപ്പൻ കംപ്ലീറ്റ് നാടൻ പദങ്ങളല്ലേ, കോവിലിന് ബാക്കി. അപ്പോൾ അതുകൊണ്ട് വിജയൻ ചെയ്തെങ്കിലും വിജയൻ ഇടയ്ക്കൊക്കെ ഒരുപാട് സംസ്കൃതം ഉപയോഗിച്ചിരുന്നു. അതെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ നമ്മളിതൊന്നും എഴുതാൻ തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ പലതിൻ്റെ എഴുതാൻ തുടങ്ങുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ കൃത്യമായൊരു കോണ്ടോർ നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നില്ല. ഉണ്ടായാൽ നമ്മളത് പലപ്പോഴും ഫ്ലാറ്റായി പോകും. കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടൊരു ആർക്കിടെക്റ്റ് കെട്ടിടത്തിന് ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കണ പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. MDയുടെ കാര്യം പറഞ്ഞുകൊണ്ട് MDക്ക് ഒരുപക്ഷെ EMSന് ശേഷം കേരളത്തിൽ തന്നെ ഒരു കൾച്ചറൽ എഡിറ്റർ റോള് ഏതാണ്ട് കൃത്യമായിട്ട് നിർവഹിക്കുന്ന, ഇടയ്ക്കിടയ്ക്കെങ്കിലും സംസാരിക്കുന്ന ഒരാളാണ്. അല്ല, ഇത് ടോട്ടൽ ഷോക്കായിരുന്നു. ഇതൊരു ബോംബായിരുന്നു, കോഴിക്കോട്ടടി വലിയ ബോംബായിരുന്നു അത്. പക്ഷെ പുള്ളി പൊതുവെ അങ്ങനെ കയറി ഇടപെടാറില്ല. അത് അഴീക്കോടാണ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഓഡിയൻസിൻ്റെ ഒരു വീക്ക്നെസ്സാണ്. കാരണം പുള്ളിക്ക് ഓഡിയൻസ് വേണം, പ്രസംഗം വേണം, അത് കേൾക്കണം. പെർഫോമറായിരുന്നു. അതെ, പെർഫോമറായിരുന്നു. അതിൻ്റെ മാത്രമല്ല, നല്ല ആർട്ടിക്കുലേറ്റ് ആയിരുന്നു. ഇപ്പം മോഡി പെർഫോമറല്ലേ, നല്ല പെർഫോമറല്ലേ. അല്ല, MT സ്വാധീനിച്ചിട്ടില്ല. പക്ഷേ MTയുടെ എഴുത്ത് എനിക്കിഷ്ടമായിരുന്നു. MTയുടെ എഴുത്ത് കാരണം അങ്ങനെ ഏറ്റവും നല്ല വർക്ക് അശ്രവിത്തും മഞ്ഞും ഒക്കെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. കാലമൊന്നുമല്ല, അശ്രവിത്താണ് ഏറ്റവും നല്ല വർക്ക്.
മറ്റേ മഞ്ഞെന്നല്ല ഓർക്കാം. പക്ഷേ MT അനുകരിക്കാൻ നമുക്ക് പറ്റില്ല. MT അങ്ങനെ ഞങ്ങൾ അവരെയൊക്കെ എതിരല്ല, അവരിൽ നിന്നൊക്കെ മാറിയിട്ടാണല്ലോ വന്നത്. മഞ്ഞിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ ഇതില്ല നമ്മുടെ പാണ്ഡവപുരത്തിലെ ഇല്ല, അതിനെപ്പറ്റി തോന്നിയിട്ടില്ല, അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഒരു എക്സ്പെക്റ്റേഷനിൽ നിർത്തണം എന്ന് എനിക്ക് തോന്നിയിരുന്നു. അതെ അതായത് നമ്മൾ ടണലിൻ്റെ അറ്റത്ത് ഇത്തിരി വെളിച്ചം ഉണ്ടാവും എന്നുള്ളൊരു പ്രകാശകരണം ഉണ്ടാവും എന്നുള്ളൊരു തോട്ട് കൊടുക്കണം എന്തിലും എന്നുള്ളൊരു വിശ്വസിക്കുന്ന ആളാണ്. അതെ, ആ ടീമിനൊക്കെ എല്ലാത്തിനും അല്ല. കാരണം പൊതുവേ ഈ ആധുനികത അല്ലെങ്കിൽ അസ്തിത്വവാദത്തിലേക്ക് പറയുന്നത് വളരെ നിരാശ. അല്ല, ഞാൻ അസ്തിത്വവാദിൻ്റെ ആളല്ല. അല്ലല്ല, ഞാൻ പറയുന്ന എപ്പോഴും ഓപ്റ്റിമിസത്തിൻ്റെ ഒരു സ്ഫുലിംഗം, ഒരു സ്പാർക്ക് വേണം. മനുഷ്യൻ്റെ ജീവിതമാണ്, നമ്മളതിനെ ഡാർക്കായിട്ട് അവസാനിപ്പിക്കരുതെന്നാണ് എൻ്റെ വിശ്വാസം. ഐ സ്ട്രോങ്ലി ബിലീവ് ഇറ്റ്. അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഈ ടണലിൻ്റെ അറ്റത്ത് വിളിച്ചുണ്ടാവില്ലെന്നല്ലേ, അല്ലെങ്കിൽ നമ്മൾ ടണലിലേക്കിടെ അല്ലേ പോയിക്കൊണ്ടിരിക്കുക. നെവർ എൻഡിങ് ടണലായിരിക്കില്ല, അത് ഇരുണ്ട ടണലാവില്ലേ. അതൊക്കെ മഹാ ബോറായിപ്പോയി. അതിനെ പറ്റി അബ്സല്യൂട്ട്ലി ഇറ്റ് ഈസ് ഹോറിബിൾ, പറയാൻ പറ്റില്ല. സമൂഹത്തിൽ സാഹിത്യകാരനൊരു സ്ഥാനം അർഹിക്കുന്ന സ്ഥാനം കിട്ടാത്തതിൽ സാഹിത്യ അക്കാദമിക്ക് ഒരു പങ്ക്. അല്ല, അതൊന്നും അക്കാദമിയുടെ റോളല്ലല്ലോ. ഇതൊക്കെ കുറേ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളെ, ഒരു എഴുത്തുകാരനെ എന്തിനാണ് ഒരു മീറ്റിങ്ങിന് വിളിക്കുന്നത്? ഒന്നുകിൽ അയാൾ പറയുന്നതിൽ കേൾക്കാൻ താല്പര്യമുള്ള എന്തെങ്കിലും കാണുന്ന രീതിയിട്ടാണ്. എന്തിനാണ് അഴിക്കോട്ടിന് ഇപ്പോഴും പിന്നെ ചിലപ്പോഴൊക്കെ വെറും ഒരാൾ വേണം. ഇപ്പോൾ സാനുമാഷ ഒരാവശ്യമില്ലാതെ വെറുതെ പലയിടത്തും പോകുന്നു. എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ്. അങ്ങനെ മിസ്യൂസ് ചെയ്യുക ആളുകൾ. ഇന്നിപ്പം എന്തോ ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ അങ്ങനെ പോകുന്നു. അതൊരു പ്രായം കഴിയുമ്പോഴേ അങ്ങനെ മിസ്യൂസ്, അങ്ങനെ പാവം വൈകി സുഖമില്ല അങ്ങനെ. എന്നാലും പോവും. കാരണം ഞാൻ ചോദിക്കാം, എന്തിനാ മാഷി ഇതിനൊക്കെ പോകാൻ? പിണക്കാൻ മടിയാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 6-7 പരിപാടിക്കൊക്കെ പോയി 96 വയസ്സായി. അപ്പോൾ അതെ, അതുകൊണ്ട് പിന്നെ റിലീഫാണ്. മാസത്തിൽ ഇന്ന് പ്രസംഗം വലിയ മാഷ് കിടപ്പലാവും തീർച്ചയായും, അത്രയും. പക്ഷേ ഇത് വാസ്തവത്തിൽ ബാലേന്ദ്രൻ പറഞ്ഞത് ശരിയാണ്. പ്രസംഗത്തിന് നല്ലൊരു പ്രസംഗമൊക്കെ ആണെങ്കിൽ പ്രിപ്പറേഷനും വേണ്ടി വരും. ഓഡിയൻസിനെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രസംഗിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഓറേറ്റർ ഇല്ല. സച്ചി പ്രസംഗിക്കും. പക്ഷേ ശരിക്കും സച്ചിയുടെ ഒരുപാട് മെറ്റീരിയലുണ്ട്. അക്കാദമിയിൽ ഉണ്ടായിരുന്നോണ്ടേ, കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് ഒരുപാട് കാലം സെക്രട്ടറി ആയിരുന്നു. കണ്ടമാനം മെറ്റീരിയൽസ് ഉണ്ട് പുള്ളി ഓത്തൻറ്റിക്കായിട്ട് പ്രസംഗിക്കും. സച്ചിദാനന്ദ മാഷ് ചുള്ളിക്കാരനുള്ള മറുപടിയിൽ പറഞ്ഞത്, ഞങ്ങൾ സാധാരണ സാഹിത്യകാരന്മാർക്ക് 1000 രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ സാഹിത്യ അക്കാദമി തന്നെ 1000 രൂപ വിലയിട്ടിട്ടുള്ളൂ. അതൊക്കെ പറയരുത്. അതൊക്കെ പറഞ്ഞാണ് കൂടുതൽ വഷളാക്കുന്നത്. മീഡിയ നോക്കിയിരിക്കല്ലേ, നിങ്ങളൊക്കെ നോക്കിയിരിക്കല്ലേ. ഇപ്പാണ് TV ഉണ്ട്, പണ്ട് അതില്ലല്ലോ. ഇത് വലിയ പുള്ളിക്കാട് ക്ലാരിഫൈ ചെയ്തത്, ഇത് ഞാൻ ഈ കാശിന്റെ കാര്യം, അതായത് ഈ മലയാളി സമൂഹത്തോടാണ് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾ ഞങ്ങളുടെ വില ഇത്ര മനസ്സിലാക്കി തന്നു എന്നുള്ളത് പുള്ളി ക്ലാരിഫൈ ചെയ്ത് അതിനെ കുറിച്ച്. അല്ലല്ല, അത് ശരിയാണെന്നേ. ഇത് ബേസിക്കലി നമുക്ക് ഈ റൈറ്ററുടെ, അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കിപ്പം ഈ KP അപ്പനെ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, ഈ സാഹിത്യകാരന്മാർ നടന്ന് പ്രസംഗിക്കുന്ന പരിപാടി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. നടന്ന എന്ത് ചടങ്ങാണെങ്കിലും സാഹിത്യകാരൻ വന്ന് ഉദ്ഘാടനം ചെയ്യും. എന്തിനാണ് അയാളുടെ, വാട്ട് ഈസ് ഹിസ് റോൾ ദെയർ? അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് പോയി ഉദ്ഘാടനം ചെയ്യേണ്ട സംഭവത്തിന് സാഹിത്യകാരൻ വേണം. അപ്പോൾ എന്തിനാ? അപ്പോൾ അത് ഒരു പക്ഷേ കുറച്ച് ആൾ കയറുന്ന കരുതിയിട്ടോ അങ്ങനെ വലിയൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് കൃത്യമായിട്ട് അത് കുറേ എഴുത്തുകാർ തന്നെ റെസ്പോൺസിബിളാണ്. ഈ വിളിക്കുന്നിടത്തൊക്കെ പോയി അത് അവർ തന്നെ ഉത്തരവാദികളാണ്.
MT ഒക്കെ ഒരു കാലത്ത് അങ്ങനെ പറയാം, നല്ല കാലത്തൊക്കെ അങ്ങനെ നടന്ന് പ്രസംഗിച്ചിരുന്നു. പക്ഷെ അതൊക്കെ സാഹിത്യ പ്രസംഗങ്ങളായിരുന്നു. കാരണം അതിൽ നിന്നൊക്കെ കൊട്ടേഷൻസ് കിട്ടിക്കൊണ്ടിരുന്നു ആളുകൾക്ക്. നല്ല വായനയെന്നുള്ള ഒരുപാട് മെറ്റീരിയൽ ഉണ്ടായിരുന്നു. പണ്ട് കേൾക്കാൻ ആളുകളുണ്ടായിരുന്നു. ഇന്ന പുള്ളിക്ക് വയ്യാണ്ടായിട്ടില്ല. നല്ല പ്രസംഗം MTയുടെ 1 മണിക്കൂറെ കസേരയിൽ പ്രസംഗിക്കും. ഈ സാഹിത്യ നിരൂപകന്മാരുടെ എങ്ങനെയായിരുന്നു താങ്കളുടെ കൃതികളോടുള്ള സമീപം? അപ്പനായാലും രാജേഷനായാലും പ്രസന്നരാജനായാലും ഒക്കെ. അല്ല, പൊതുവേ ഞാൻ പറയാം, കൃഷ്ണനായർ സാറുമായിട്ട് മാത്രം ഒരിക്കൽ വഴക്ക് പിടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അതൊക്കെ തീർന്ന എൻ്റെ പ്രായത്തിൻ്റെ ഒരു എഴുത്തിയാട്ടായിരുന്നു. പക്ഷേ പൊതുവേ ആ ലക്കിയോ എനിക്ക് പൊതുവേ വലിയ കുഴപ്പങ്ങളുണ്ടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ ആദ്യകാലത്തൊക്കെ നമ്മൾ ബോധേഡായിരിക്കും. പിന്നെ പറ്റിയ ബോധേഡല്ലെന്ന് എഴുതട്ടെ. അപ്പം നമുക്ക് നമ്മളെപ്പോഴും വായനക്കാരനെ പോലും നമ്മൾ കണ്ടിട്ടല്ലല്ലോ എഴുതുന്നത്, ആരെയും മുന്നിൽ കണ്ടിട്ടല്ല എഴുതുന്നത്. പക്ഷെ എവിടെയൊക്കെ ചെന്ന് എത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പണ്ട് ഒരാളെയും കണ്ടിട്ടല്ലോ എഴുതിയിരിക്കുന്നു. പിന്നെ ചിലത് എവിടെയെങ്കിലും എത്തും, ചിലത് എവിടെ എത്തില്ല. ഇപ്പം കൈമുദ്രകൾ എന്ന് പറഞ്ഞ നോവലുണ്ട്, എനിക്ക് എൻ്റെ വളരെ പ്രിയപ്പെട്ട നോവലാണ്. അതെവിടെ എത്തിയില്ല. അത് മാതൃഭൂമിയിൽ സീരിയലൈസ് ചെയ്തപ്പോൾ MT പറഞ്ഞു ഇത് സേതുവിൻ്റെ കാലത്തിന് ശേഷമേ അറിയപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറയുമ്പോൾ അതിൽ അർത്ഥം കാണും. അതെ, അതിനകത്ത് കുറേ പൊളിറ്റിക്കൽ ഇതൊക്കെ വരുന്നുണ്ട്, അണ്ടർ ടൗൺസൊക്കെ വരുന്നുണ്ട്. അതേ സമയത്ത് അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ വയലാറ് വഴി കിട്ടി, കേന്ദ്രം കിട്ടി. അതെൻ്റെ ഏറ്റവും നല്ല വർക്കൊന്നുമല്ല. പക്ഷെ അതിൽ തലക്കുത്തൽ വന്നിട്ടുണ്ട് അതിനകത്ത്. അത് പറഞ്ഞ് പഴകി പോയപ്പോൾ അത് എനിക്ക് പറയാനുള്ള എല്ലാം എൻ്റെ റൈറ്റിങ്സിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീയുടെ അവസ്ഥ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ, അത് ബീഹാറായാലും കേരളമായാലും സോഫ്റ്റ് ടാർഗറ്റ്സ് മണ്ണും പെണ്ണുമാണ്. ഏറ്റവും സോഫ്റ്റ് ടാർഗറ്റ്സ്. മണ്ണിന് വേണ്ടി എന്ത് വേണേൽ ചെയ്യും, പെണ്ണിന് വേണ്ടി എന്ത് വേണേൽ ചെയ്യും. അത് പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് ഇത് തന്നെയായിരുന്നു. ആക്രമിക്കുന്ന എന്തിനാ, അടുത്ത രാജ്യം ആക്രമിക്കുന്ന എന്തിനാ, മണ്ണ് കെട്ടിപ്പിടിക്കാൻ, അല്ലെങ്കിൽ അവിടുത്തെ രാജകുമാരെ തട്ടിക്കൊണ്ടുവരും. ഒരു മാറ്റമല്ല ഇന്നും. അത് ഇപ്പം നമ്മുടെ കേരളത്തിൽ കാണുന്നതാണ്. പണ്ട് ഈ സ്ത്രീകളോട് ഇത്ര മോശമായ പെരുമാറ്റം കേരളത്തിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. ഡൽഹിയിലൊക്കെ ഞാൻ 66-ലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ആ കൊണാട്ട് പ്ലേസിലുള്ള റീഗൽ തിയേറ്ററിലൊക്കെ സെക്കൻഡ് ഷോവിന് പഞ്ചാബി പെൺകുട്ടികൾ വരാറുണ്ട്, തനിച്ച് വരാറുണ്ട്. അവർ കൂട്ടം കൂടി ഉണ്ടോ മുന്നേ. ഇന്നൊരു ഒരാൾ ഇറങ്ങില്ലല്ലോ. രാത്രിയായി ഇരുട്ടായാലും സ്ത്രീകൾ പെൺകുട്ടികൾ ഇറങ്ങില്ല, തനിച്ചിറങ്ങില്ല. ആ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെ, കാരണങ്ങളൊക്കെ ഒരുപാടുണ്ടാവും, അഭിപ്രായം ഒരുപാടുണ്ടാവും. പക്ഷേ സിറ്റുവേഷൻസ് ആയി ചേഞ്ച്. തീർച്ചയായിട്ടും അത് ഈ അവയർനെസ് കൂടിയിട്ടും. കാരണം നമ്മൾ ഈ അവയർനെസ് നന്നായിട്ട് കൂടി. നമ്മൾ കേരളത്തിൽ പോലും നമ്മൾ അങ്ങേയറ്റം നവോത്ഥാനമൊക്കെ പറയുന്നുണ്ടല്ലോ. ഇന്നലെ ഏത് ദിവസം നോക്കുമ്പോൾ എത്ര കേസുകളാണ്, പീഡിപ്പിക്കുന്ന കേസുകൾ വരുന്നു. അത് മുത്തച്ഛൻ പേരക്കുട്ടി, അച്ഛൻ മകള്, എന്തൊക്കെയാണ് വരുന്നത്. അല്ല, അത് എനിക്ക് പറയുന്നത് സ്കേറിയാണ്. ആരും നാളെ പറഞ്ഞ ഒരു പേരക്കുട്ടിയെ മടിയിൽ പിടിച്ചിരുത്താൻ പേടിയാവുമെന്ന് പറഞ്ഞു. അതൊരു വലിയ സംഭവമായിരുന്നു. ഞാനൊരു ചാപ്റ്റർ തന്നെ എഴുതിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു സൺഡേ പെട്ടെന്ന് ട്രിവാൻഡ്രത്തെ ചീഫ് ജനറൽ മാനേജറിനെ, RBIയുടെ ചീഫ് ജനറൽ മാനേജർ വിളിക്കുക, നിങ്ങളുടെ ബോംബെയിൽ വല്ല ബ്രാഞ്ചിലും വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു കർണാടകക്കാരൻ, എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്പാണ്, എന്നെ ഇഷ്ടമാണ് അങ്ങനത്തെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ, എനിക്ക് അറിയില്ലല്ലോ എന്ന് ചോദിക്കുക. അപ്പോൾ അങ്ങേര് പറയുക, അല്ല, ഐ ഹാവ് സം ഡിസ്റ്റർബിങ് ന്യൂസ്, യു പ്ലീസ് ചെക്കപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബോംബെയിൽ റീജിയണൽ മാനേജർ DG അയാളെ വിളിച്ചു. അപ്പോൾ അയാൾ എന്തോ എവിടേക്കോ കറങ്ങി വയ്ക്കാൻ, അയാൾ പെട്ടെന്ന് കിട്ടിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എന്തോ ഒരു പ്രശ്നമുണ്ട് അവിടെ, നിങ്ങൾ നമ്മുടെ ATMൻ്റെ മുമ്പിൽ പ്രശ്നമുണ്ടോ, നിങ്ങളൊന്ന് പോയി ചെക്കപ്പ് ചെയ്യുന്ന പറയുമ്പോൾ മാട്ടുംകയിൽ ഒരു ATMൻ്റെ മുമ്പിൽ പ്രശ്നമുണ്ട്, വിഡ്രോയൽ ആളുകൾ കൂടിയിരിക്കുന്നു ഞങ്ങളുടെ ATMൻ്റെ. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് ഒരു 3-4 ATM ഉള്ളൂ ബോംബെയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ
അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞൊരു കോപ്പറേറ്റീവ് ബാങ്ക് പൊളിയാൻ പോവുകയാണ്. അപ്പോൾ ആ ന്യൂസ് ചാനലുകളങ്ങ് അടിക്കുക. അപ്പം ഞാനന്ന് ഈ ചാനലുകളൊന്നും കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് എന്നെ ഇരിങ്ങാലക്കുടയിൽ നിന്നൊരു സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ കസ്റ്റമറെ വിളിക്കുന്നു. നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കേട്ടു, ഞാൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇയാളോട് നമ്മൾ ഇയാൾ മറ്റേ റോയ് എന്തായാലും NDTVയുടെ പ്രണായ് റോയ്ക്ക് ഞങ്ങൾ പിറ്റേ ദിവസം അന്ന് തന്നെ ഞങ്ങളൊരു മെസ്സേജ് കൊടുത്തു. അവർ NDTV ഒക്കെ ഫ്ലാഷ് ചെയ്യുക. അത് ഞങ്ങളുടെ ഹെഡ് ഓഫീസിൻ്റെ പടം എംബ്ലോക്ക് വെച്ചിട്ടാണ്, ലോഗോ ഒക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇൻ ട്രബിൾ. ഇത് വലിയ ഡേഞ്ചറസ് അല്ലേ? ഞങ്ങളൊരു മെസ്സേജ് കൊടുത്തു അങ്ങേർക്ക്. അങ്ങനെ അനങ്ങിയില്ല, അങ്ങേര് കണ്ടില്ല, അങ്ങേര് സെക്രട്ടറിയും കാണുമല്ലോ. അടുത്ത ദിവസം പിന്നെ അതിനെ തമാശ എന്ന് വെച്ചാൽ റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറെ പിറ്റേ ദിവസം രാവിലെ വിളിച്ചു. അവർ വിചാരിച്ചു യു ഇഷ്യൂ എ ക്ലാരിഫിക്കേഷൻ. വളരെ ഡിസിൻട്രസ്റ്റഡ് ആയിട്ട് ഒരു സ്ത്രീയാണ്. ഞാൻ പറഞ്ഞു ഞങ്ങൾ ക്ലാരിഫിക്കേഷൻ കൊടുക്കാം. ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒന്നുകൂടെ കാണാത്തവരും കൂടെ കാണും, കൂടുതൽ സ്കെയർ ഉണ്ടാവും. റിസർവ് ബാങ്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു കോപ്പറേറ്റീവ് ബാങ്കാണ്, ഇത് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് അല്ല എന്ന് പറഞ്ഞാൽ 75 കൊല്ലം പഴക്കമുള്ള ബാങ്കാണ്. അതിന് ഫലമില്ല. പക്ഷേ അവർ ഞാൻ നോക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അവരൊന്നും ചെയ്തില്ല. എന്നാൽ ഇവർ ICICIക്ക് വേണ്ടി എല്ലാം ഇഷ്യൂ ചെയ്ത ആളുകളാണ്. ഇപ്പം നമ്മുടെ കാര്യം വന്നാൽ ഓൾഡ് ജനറേഷൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് താല്പര്യമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇവരോട് ചോദിച്ചിട്ട് കാര്യം, നമുക്ക് തന്നെ ഡിസിഷൻ. ഞാൻ പറഞ്ഞു നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളും മെട്രോ കേരളത്തിൽ നിന്നും കുഴപ്പമില്ല, മദ്രാസിലും കുഴപ്പമില്ല, ഡൽഹിയിലും ബോംബെയിലും ആണ് കൂടുതൽ പ്രോബ്ലം. നമ്മുടെ എല്ലാ ATMിലും ക്യാഷ് നിറയ്ക്കുക, എല്ലാ കൗണ്ടറും ഓപ്പൺ ചെയ്യുക, എത്ര മണി വരെ വേണമെങ്കിൽ ക്യാഷ് കൊടുത്തോളൂ. ക്യാഷ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും, RBI എന്നൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഇഷ്ടം പോലെ വേണമെങ്കിൽ വിഡ്രോ ചെയ്തോട്ടെ, FD വേണമെങ്കിൽ FD പൊട്ടിച്ച് എടുത്തോട്ടെ. അതിൻ്റെ ലോസ് ഒരു 1% ലോസ് വരും. ഇതങ്ങനെ വന്ന് 2 ദിവസം കൊണ്ട് 3-ാം ദിവസമൊക്കെ നോർമൽ. നമ്മൾ പറഞ്ഞു നിങ്ങൾ കഴിയുന്ന പറയുക, ഞങ്ങൾക്ക് കുഴപ്പമില്ല, എന്നാലും കാശ് എടുക്കണമെങ്കിൽ എടുക്കട്ടെ. ഞങ്ങൾക്ക് ആദ്യം അങ്ങനെ 3 ദിവസം കൊണ്ട് 30 കോടികളും വിഡ്രോ ചെയ്ത് പോയി. പക്ഷേ 3-ാം ദിവസം 4-ാം ദിവസം അവരെ അയച്ചു കഴിയുമ്പോൾ 20 കോടികളും തിരികെ വന്നു. പിന്നെ പതുക്കെ ഗ്രോത്തായി. കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടത് കാശ് കൗണ്ടർ തുറന്നു വയ്ക്കില്ല, മൂടി വയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. അതാണ് സംഭവം. എന്നിട്ട് ഇവരൊന്നും ചെയ്തില്ല. NDTV എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞിട്ട് ആ ന്യൂസ് കില്ല് ചെയ്ത് വരും. ഒരു റിഗ്രസും പറഞ്ഞില്ല, ഇങ്ങനെ അബദ്ധവും പറഞ്ഞില്ല, ന്യൂസ് ഡിസപ്പിയർ ചെയ്തു. അതൊക്കെ വളരെ അന്ന് NDTVക്ക് ഭയങ്കര അവർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. കിഫ്ബിക്കെതിരെ ഇപ്പോൾ CBI എൻക്വയറിയും അതൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പം ഗ്യാരണ്ടി ഉണ്ടായിട്ടും പ്രയോജനമില്ലെന്നാണ് പറയുന്നത്. കിഫ്ബിക്കെതിരെ ഇപ്പം ED ഒക്കെ വരുന്നുണ്ട്. അതെ അല്ലല്ല, അത് എവിടെ ചെന്ന് അവസാനിക്കുന്ന അതിൽ പോലെ അത് അതിനകത്തൊക്കെ പോളിറ്റിക്സ് ഒക്കെ വരുമല്ലോ. ബേസിക്കലി മസാല ബോണ്ട്സൊക്കെ സ്റ്റേറ്റിൻ്റെ ലയബിലിറ്റി തന്നെയാണ്. അതിൻ്റെ പ്രൊസീജിയറിൽ ഇത് എനിക്കറിയില്ല. RBIയുടെ പെർമിഷൻ ഉണ്ടായിരുന്നോ, എങ്ങനെയാണ് അത് എനിക്കറിയില്ല. അത് എങ്ങനെയാണ് അത് പ്രോപ്പർ പെർമിഷൻ എടുത്തിട്ടാണ് ചെയ്തത് എനിക്കറിയില്ല. ED എൻക്വയറി ഒക്കെ വരാൻ മാത്രമാണ് ആ ഒരു ലെവലിലേക്ക് എനിക്കറിയില്ല. ഐ ജസ്റ്റ് ഡോണ്ട് നോ. Basically, when a state government operates in the international bond market, what are the guidelines എനിക്ക് അറിഞ്ഞൂടാ, whether you are in order in doing it. ഇപ്പം നമ്മളിപ്പം പോയി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പണം ട്രേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിസിഷൻ, ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തു എന്നാണ് പറയുന്നത്. അതിന് RBIയുടെ എന്തോ തോമസ് ഐസക്ക് പറയുന്നത് RBIയുടെ ഒരു ലെറ്റർ ഉണ്ടെന്ന് പറയുന്നു. ആ RBIയുടെ ലെറ്റർ അതിൻ്റെ ക്ലിയറൻസ് അല്ല എന്ന് ഇവർ പറയുന്നു, സാങ്ഷൻ അല്ല എന്ന് പറയുന്നു. എനിക്ക് അറിഞ്ഞൂടാ അതൊക്കെ അതിൻ്റെ ന്യൂവാൻസസ് എനിക്കറിയില്ല. ബിക്കോസ് ഗ്ലോബൽ മാർക്കറ്റിൽ പോകണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ക്ലിയറൻസ് വേണം, അതിൻ്റെ പ്രത്യേക ബോർഡും അതിന് കണവണയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ എളുപ്പമല്ലേ ഏതെങ്കിലും മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ ലോൺ റേസ് ചെയ്യൂടെ?
അപ്പോൾ ഇതിപ്പം കുഴപ്പമെന്താ വെച്ചാൽ ഇവർ പോയിട്ട് വേറെ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ മുഴുവൻ അവരുടെ തലയിലാണ്. കടം വാങ്ങുക, കയറിയിരിക്കുക കേരളം. അതാണിപ്പോൾ ഈ ഡൽഹി പോയി എന്ത് ബഹളം ഉണ്ടായാലും ഫിസിക്കൽ മാനേജ്മെൻറ്റ് ഇവിടെ വളരെ മോശമാണ്, വളരെ മോശം. ഈ ഡിമോണിറ്റൈസേഷൻ വന്ന സമയത്ത് MD ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തപ്പം അല്ല ഞാനത് MD പറയണ്ട, സേതു പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പം അല്ലല്ല, ഞാൻ അന്ന് ഏഷ്യാനെറ്റിൽ പറ്റി പറഞ്ഞിരുന്നല്ലോ, പത്രത്തിലും പറഞ്ഞിരുന്നല്ലോ. അത് അങ്ങേറ്റം മണ്ടത്തരമെന്ന് ഞാൻ പറഞ്ഞിരുന്നത്. അതെ, ഇതിലൊക്കെ പിന്നെ MT പറയുന്നത് നമ്മൾ പറയുന്നതിൻ്റെയും ഒരു റീച്ച് വല്ല വ്യത്യാസമില്ല. MT ഒരു സാഹിത്യം, സേതു ഇസ് എ ബാങ്കർ. അപ്പം സേതു പറഞ്ഞ അല്ലല്ല, ഞാൻ തോമസ് ഐസക്കും പറഞ്ഞതിൻ്റെ അപ്പുറത്താണ് ഞാനും പറഞ്ഞത്. ടി വിയിലുണ്ടായിരുന്നു, മാതൃഭൂമിയിൽ പത്രത്തിലും വന്നിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി അതൊരു ഏറ്റവും വലിയ മണ്ടത്തരം കാണിച്ചത്, വലിയ മണ്ടത്തരം. മുമ്പൊരു ഡിമോണിറ്റേഷൻ ഉണ്ടായിരുന്നത് മറ്റേ 2000 ഏതൊരു നോട്ടിൻ്റെ മറ്റേ മൊറാർജിയുടെ പീരീഡിന് മറ്റും ഉണ്ടായിരുന്നു. ഞാനൊക്കെ ബാങ്കിൽ ചേരുമ്പോൾ 10,000 നോട്ടുണ്ടായിരുന്നു, 10,000 ഉണ്ടായിരുന്നു, 5,000 ഉണ്ടായിരുന്നു. എനിക്ക് സാഹിത്യത്തിനെ പറ്റി വലിയ പിടിപാടില്ലായിരുന്നു, പക്ഷേ നന്നായിട്ട് വായിക്കുമായിരുന്നു. അമ്മ നന്നായിട്ട് വായിക്കുമായിരുന്നു. അമ്മ ലൈബ്രറി ക്ലാസ് പുസ്തകത്തെക്കാൾ കൂടുതൽ ലൈബ്രറി പുസ്തകം വായിക്കണം പറയുമായിരുന്നു. ഇൻഫാക്റ്റ് ഐ ഓ ഇറ്റ് ഹെർ. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഗൈഡൻസ് അക്കാലത്ത് തന്നില്ലെങ്കിൽ ഞാൻ അന്ന് തന്നെ ഒരുപാട് വായിച്ചിരുന്നു. ബിക്കോസ് നമുക്ക് ഞങ്ങളുടെ നാട്ടിൽ നല്ല ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പല വിദേശ സാഹിത്യത്തിൻ്റെ ട്രാൻസ്ലേഷൻസ് ഉണ്ടായിരുന്നു, കിട്ടി. അപ്പം അങ്ങനെയൊക്കെ വായന തുടങ്ങിയപ്പോൾ വിക്ടർ ഹ്യൂഗോൻ്റെ ലേമറബിലൊക്കെ അന്നാണ് വായിക്കുന്നത്. അപ്പം അതുകൊണ്ട് സാഹിത്യകാരനാകും എന്നുള്ള വിശ്വാസം ഒരിക്കലും ഇല്ലായിരുന്നു. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇത് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ കയറിയിരുന്ന കാലം, നമുക്കൊരു അടിത്തറ ഉണ്ടാകുന്ന കാലത്ത്, ഒരു ഫൗണ്ടേഷൻ ഉണ്ടാകുന്ന കുട്ടിക്കാലത്തെ വായന കൊണ്ടാണ്. അതെല്ലാവരും പറയുന്ന ഒരു 10-12 വയസ്സിനും ഉള്ളിൽ വായിക്കുന്ന അറിവ് നമ്മുടെ ഉള്ളിൽ കിടക്കും. കുറേ എൻ്റെ ഏതെങ്കിലും അംശങ്ങളും കിടക്കും. അമ്മ വലിയൊരു ഇൻഫ്ലുവൻസ് ആയിരുന്നു. അത് തീർച്ചയായിട്ടും. കാരണം അച്ഛൻ, ഞാൻ കോളേജ് കഴിയുന്നവരെ അച്ഛൻ പൂനെയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മ വലിയ ഇൻഫ്ലുവൻസ് ആയിരുന്നു. പിന്നെ അച്ഛൻ വേറെ തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തു, 2 തരത്തിൽ. കാരണം ഞാൻ 5 വയസ്സ് വരെ കുട്ടിയായിട്ട് പൂനെയിലായിരുന്നു. പിന്നെ എന്നെയും അമ്മയും ഞാനും അവിടെയായിരുന്നു, കൊച്ചിയായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് പോകണം, നാട്ടിൽ തന്നെ പഠിക്കണം എന്ന് അച്ഛൻ പറഞ്ഞുകൊണ്ടാണ് മലയാളം ഞാൻ പഠിച്ചത്, മലയാളം മീഡിയത്തിൽ പഠിച്ചത്. അതുകൊണ്ട് എഴുത്തുകാരനായി. അതല്ലെങ്കിൽ ഞാനൊരു മറാഠിയും ഹിന്ദിയൊക്കെ പറയുന്ന ഒരു പൂനെക്കാരനായിട്ട് മാറുമായിരുന്നു. അന്നൊരു എല്ലാ ഫെസിലിറ്റീസും പൂനെയിലുണ്ട്. പിന്നെ അച്ഛൻ, ഞാൻ എൻ്റെ പഠിത്തം കഴിഞ്ഞ് വരുന്നവരെ അച്ഛൻ അവിടെ തന്നെ തനിച്ച് താമസിച്ചു. അത് വലിയ സാക്രിഫൈസായിരുന്നു, നല്ല പ്രായത്തിൽ തനിച്ച് താമസിക്കാൻ. അപ്പോൾ അതൊരു ഡിവൈൻ അല്ല പറയുന്ന ഒരു നിയോഗം എന്ന് പറയുന്ന പോലെ നമ്മൾ ആ പ്രായത്തിലവിടെ വന്നു നാട്ടിൽ. പിന്നെ അച്ഛൻ വേറൊന്നുകൂടെയുണ്ട്, അതൊരു പ്രധാനപ്പെട്ടതാണ്. ഈ ഡിഫൻസിലെ ഒരു സ്റ്റോഴ്സിൻ്റെ ഒരു ഓഫീസറായിരുന്നു അച്ഛൻ, സിവിലിയൻ. അപ്പോൾ ആ വാർ ടൈമിലൊക്കെ സാഹിബിൻ്റെ കാലത്തൊക്കെ എല്ലാത്തിനും വാർ ഷോർട്ടേജാണ്, സകലതിനും. എസെൻഷ്യൽസ്, ഗ്രോസറീസ് തൊട്ട് പെട്രോൾ വരെ. പക്ഷെ ഇവർക്ക് ഷോർട്ടേജ് ഇല്ല, പട്ടാളക്കാർക്ക്. അപ്പോൾ ഈ സ്റ്റോറിൽ ഇതെല്ലാം വരും. അപ്പോൾ അവിടുത്തെ മിക്കവാറും ആശാന്മാർ ഇതൊക്കെ മറിച്ച് വിറ്റ് കണ്ടുപോകാൻ കാശുണ്ടാക്കി. പക്ഷേ അച്ഛൻ വാസ് വെരി അബ്സല്യൂട്ട്ലി മെറ്റിക്കുലസ്. അതുകൊണ്ട് ഈ വാസ് അൺപോപ്പുലർ എമംഗ് ഹിസ് കണ്ടംപററീസ്. 4 പൈസ ഉണ്ടാക്കാവുന്ന കാലത്ത് നിങ്ങളിങ്ങനെ കളയുന്നു. കാരണം ആ വാർ ടൈമിലാണ് സാധിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ ഒരു മനസ്സിൽ, ഇപ്പം നമ്മൾ പിന്നീട് ഒരുപാട് പൊസിഷനിലൊക്കെ എത്തുമ്പോഴും ഈ ഒരു സിമ്പിൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ അറിഞ്ഞോ അറിയാതെ നമ്മുടെ ക്യാരക്ടർ ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെയാണ് വഴി, ഇതാണ് റൈറ്റ് പാത്ത്. അച്ഛൻ പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കത് മനസ്സിലായി പ്രായത്തിൽ.
ആരെങ്കിലും സാറ്റിസ്ഫൈഡ് ആകുമോ? ആരെങ്കിലും സാറ്റിസ്ഫൈഡ് ആകുമോ? ഇതെന്താണെന്ന് വെച്ചാൽ it is nothing like satisfaction, because basically you are trying to satisfy yourself, but you can't satisfy, because നമുക്ക് കുറച്ചും കൂടെ ഭേദമായിട്ട് എഴുതാമായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു നോവൽ, ഇപ്പം നമ്മൾ ഈ നോവലൊക്കെ എഴുതി കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് പാണ്ഡവരൊക്കെ എനിക്ക് റീറൈറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. പക്ഷേ പിന്നീട് തോന്നിയത് മണ്ടത്തരം വന്നു. അതിനൊക്കെ അതിൻ്റേതായൊരു റെലവൻസ് കഴിഞ്ഞു. ബിക്കോസ് ഇറ്റ് ഹസ് കം ടു സ്റ്റേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, പക്ഷേ 2-3 നോവൽസൊക്കെ ഞാൻ പിന്നെ കുറച്ചൊന്ന് എഡിറ്റ് റീറൈറ്റ് ചെയ്തു. പക്ഷെ അത് എൻ്റെ കുറച്ച് ബൾക്കി ആയതുകൊണ്ടാണ്. അല്ലാതെ സാറ്റിസ്ഫൈഡ് എന്നല്ല, ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു മിറാഷാണ്. വാസ്തവത്തിൽ ഒന്നുമില്ല. ആരും സാറ്റിസ്ഫൈഡ് അല്ല. 50 വർഷത്തിനിടയ്ക്ക് ഈ മലയാളിയുടെ സാഹിത്യ ആസ്വാദനത്തിൽ വന്ന ചേഞ്ചസ്, അല്ല, അതിൽ മാറ്റങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. മലയാളി മാത്രമല്ല, നമ്മൾ ഗ്ലോബലായിട്ട് നോക്കിക്കോളൂ. ഇപ്പോൾ ഡിജിറ്റൽ വരുമ്പോൾ ആദ്യം എല്ലാവർക്കും പേടിയായിരുന്നു. ഇന്നിപ്പോൾ എല്ലാവരും ഡിജിറ്റലൊക്കെ വായിക്കുന്നില്ലേ? കുട്ടികളൊക്കെ മുഴുവൻ കിൻഡലിലല്ലേ കൊണ്ട് നടക്കുന്നേ. ആദ്യം പേടിയാണ്. ഇപ്പോൾ എന്തിനാണ് പേടിക്കുന്നത്? വായന കുറവാന്ന് പറഞ്ഞ് വായന പണ്ടത്തെ പോലെ ലൈബ്രറിയിലും പോയി ആരും വായിക്കുന്നില്ല. താല്പര്യമുള്ള വായിക്കും. ഇനി പഴയ വായനശാല സംസ്കാരമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പ്രതീക്ഷിക്കാൻ വേണ്ട. പുസ്തകം വിൽക്കണ്ട, ഇഷ്ടം പോലെ വിൽക്കണ്ട. ആർക്കും വായിക്കേണ്ട ആർക്കറിയാം? ലൈബ്രറികളിൽ പോയാൽ കുറേ മിഡിൽ ഏജിലും പ്രായവരും മാത്രമേ ഉള്ളൂ.